നമസ്കാരം. ഞാൻ അവധൂത് എന്നാണ് വിളിക്കുന്നത്. കുഴപ്പമില്ല അല്ലേ? എന്തും വിളിക്കാം. വിളിച്ചോളൂ. ഓക്കെ. ഒത്തിരി സന്തോഷം. ഒന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ, രണ്ട് ഇങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വർഷങ്ങളായിട്ടൊരു സത്യാന്വേഷിയാണ്. അപ്പം അങ്ങയെക്കുറിച്ച് കേട്ടപ്പോൾ, പ്രത്യേകിച്ച് അവധൂത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ഗുരുസ്ഥാനീയനെ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയൊരു ആശയമുണ്ടായി. കാരണം ഞാനിപ്പോൾ ആത്മീയമായി ചില ബോധ്യങ്ങളിലെത്തി നിൽക്കുന്നു. പക്ഷേ അറിയുന്തോറും അറിയാണ് ഇനി ഒരുപാട് അറിയാനുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞതിൽ തൃപ്തിപ്പെട്ട് ഇനി പോകാനേ പറ്റുള്ളൂ. അധികം സമയമില്ല. അപ്പം എന്തെങ്കിലും അങ്ങയിൽ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. എനിക്കറിയാനുള്ളത്, അങ്ങ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ആത്മീയ അവസ്ഥ ഉണ്ട്. അപ്പം അവിടം വരെ എത്തിയതിൻ്റെ ആ കാലഘട്ടങ്ങൾ ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു ട്രാവലാണ്. അപ്പം നടക്കുമ്പോഴൊരു പാത ഉള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷെ അവിടെ ഒരു പാത ഇല്ല. അപ്പോൾ പാത ഇല്ല എന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല, നടക്കുന്നില്ലെങ്കിൽ നടക്കുന്നവനും ഇല്ല. അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു ജേണിയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലൊക്കെ ജനിച്ച് വരുന്ന ഓരോ ജീവാത്മാക്കളും എല്ലാ സൗകര്യങ്ങളും കിട്ടുമ്പോൾ എല്ലാം മറക്കും. സൗകര്യങ്ങൾ കുറയുമ്പോൾ കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ജീവിക്കും. ഇപ്പൊ കിട്ടിയാലും കുഴപ്പമാണ്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമാണ്. ഇതാണ് അതിൻ്റെ ഒരു സത്യം. അതെ. കിട്ടാത്തതിനെ പറ്റിയിട്ടായിരിക്കും ചിന്ത കൂടുതലും വരുന്നത്. കിട്ടുമ്പോൾ എന്ത് പറ്റുന്നു, അത് നിലനിൽക്കണമെന്നും അത് ഇനിയും വർദ്ധിക്കണമെന്നും എന്നുള്ളത്. അപ്പം ഈ കിട്ടുന്നതും കിട്ടാത്തതും ഒന്നും ഈ പറയുന്ന ഗുണവും അല്ല ദോഷവും അല്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയാണ്. ഗുണവും ചെയ്യുന്നില്ല, ദോഷം ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് വേറെ കാര്യം. എന്തായാലും അത് പ്രത്യേകിച്ച് ആധ്യാത്മികപരമായിട്ട് ഈ കിട്ടുന്നതും കിട്ടാത്തതും ഒരു കണ്ടന്റ് ആകുന്നില്ല ആധ്യാത്മികയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു വ്യക്തിക്ക് സത്യാന്വേഷണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കിട്ടിയതും കിട്ടാത്തതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല സത്യാന്വേഷണത്തെ ആ പാത കിടക്കുന്നത് ആ കിട്ടിയതിനെ ബേസ് ചെയ്തോ കിട്ടാത്തതിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ബുദ്ധനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇല്ലാത്തത്? ചക്രവർത്തിയായിരുന്ന ഒരു രാജാവായിരുന്ന, രാജാവിൻ്റെ പുത്രനാണ്, രാജാവുമായിരുന്നു. എല്ലാം ഉണ്ട്. പക്ഷേ എപ്പോഴോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ ചോദ്യങ്ങളോ, ഈ ചോദ്യങ്ങൾക്കൊന്നും നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ പറ്റുന്നില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോഴാണ് നിലവിലുള്ള പലതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു തുടങ്ങിയത്. എൻ്റെ ഉള്ളിലുണ്ടായ ചോദ്യങ്ങൾക്ക് നിലവിൽ എന്നിലുള്ള സംവിധാനങ്ങൾക്കൊന്നും ഉത്തരം തരാൻ സാധിക്കുന്നില്ല. അപ്പം ചോദ്യം ചെയ്യേണ്ട ഏതിനാണ്, പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത അവിടെ അദ്ദേഹത്തിൽ വന്നു. ആ ചിന്തയാണ് സത്യത്തിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പം അതേപോലത്തെ ചില ചോദ്യങ്ങൾ നിലവിലുള്ള സംവിധാനങ്ങളിലൊന്നും നമ്മൾ നോക്കാതിരുന്നപ്പോൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായി. ആ ചോദ്യമാണ് നിലവിലുള്ള സംവിധാനത്തെ വിരൽ ചൂണ്ടുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ പഠിത്തത്തിലേ ശ്രദ്ധിക്കാത്തൊരു
ഒരു വ്യക്തിയാണ്. പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. കാരണം സ്കൂളിൽ പോകുന്നുണ്ടെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് എന്ന് നമ്മുടെ ബ്രെയിനിൽ വരുന്നില്ല. ഈ ടീച്ചറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത് സിലബസ് നമ്മൾ പഠിക്കാനാണ്, ഇത് നാളെ പരീക്ഷ ഉണ്ടാവും, ആ പരീക്ഷയ്ക്ക് എനിക്ക് എഴുതണം, ഇതൊക്കെ പഠിച്ച് തലയിൽ കയറ്റി വെച്ചാലേ എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മുടെ ബ്രെയിനിലേ വരുന്നില്ല. പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, വീട്ടിൽ നിന്നൊന്നും പഠിക്കുകയൊന്നുമില്ല. കാര്യം അങ്ങനെ തോന്നണ്ടേ, എന്തിനാണ് പോകുന്നതെന്നുള്ള ആ ഒരു പർപ്പസ് ഒന്നും നമ്മുടെ തലയ്ക്കകത്തില്ല. പോകുന്നു വരുന്നു, അപ്പം പഠിക്കുന്നില്ല എന്നൊക്കെ പറയും. അതുള്ള കാര്യം തന്നെയാണ്, പഠിക്കുന്നില്ല. അപ്പം മാർക്ക് കിട്ടിയാലും കിട്ടാതിരിക്കുന്നത് കുറയുന്നതും തോക്കുന്നതിനൊന്നും നമുക്കൊരു ബോധേടല്ല. പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോൾ ഈ ചുവന്ന അക്ഷരങ്ങൾ കൂടുതലുള്ളത് കാരണം ഇതെങ്ങനെ കൊണ്ടുപോയി ഒപ്പിട്ട് വാങ്ങുമെന്നുള്ളൊക്കെ ചിന്ത വരും, അതൊക്കെ വരും. പക്ഷെ എന്നാലും അടുത്ത തവണ പോയി പഠിക്കണം പിന്നെ അങ്ങനെയൊന്നും ചിന്ത വരുന്നില്ല. ഒന്നും തലയ്ക്കകത്ത് കയറ്റുന്ന പരിപാടി ഇല്ലായിരുന്നു. കാര്യം എന്തോ ഒരു തൃപ്തി, അല്ലെങ്കിൽ എന്തോ ഒന്ന് നേടാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെ നേടണം എന്നുള്ളൊരു ചിന്തയില്ല. ഈ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളുടെ സ്കൂൾ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി വരുന്നു, 5ാം ക്ലാസ്സൊക്കെ വരുമ്പോഴല്ലോ ഹിന്ദി വരുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. മാത്സ് വരുന്നു, കെമിസ്ട്രി വരുന്നു, ഫിസിക്സ് വരുന്നു, ഇതൊന്നും എനിക്കുള്ളതല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇതൊന്നും തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്തോന്നാണ്, ഈ അൺലേണിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. ഇതൊക്കെ അൺലേണിങ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ഇതൊന്നും ഇല്ലാത്തത് കാരണം ഇതിനൊന്നും അൺലേണിങ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ സ്പിരിച്വൽ ആണോ എന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. ആ ഒരു ഏജിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ സമയത്തൊക്കെ ഈ സ്പിരിച്വൽ ധ്യാനം അതൊന്നും അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ആധ്യാത്മികപരമായിട്ട് ഇപ്പോൾ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുടുംബമൊക്കെ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ഫാമിലിയും അല്ല. ആവറേജ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോകുന്നതോ ഉത്സവത്തിന് പോകുന്നതോ വിളക്ക് കത്തിക്കുന്ന പരിപാടിയോ പ്രാർത്ഥനയോ അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ അതറിയില്ല. പക്ഷേ നമ്മൾ ഹാപ്പി ആയിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിലെ ജ്യേഷ്ഠനും അനിയനൊക്കെ ഈ സൈക്കിൾ ഓട്ടിക്കേണ്ട സമയത്ത് അവർ സൈക്കിൾ ഓട്ടിക്കുന്നു, ബൈക്ക് ഓട്ടിക്കുന്നു, കാർ ഓട്ടിക്കുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും പോകുന്നില്ല. ശരി, എന്തുകൊണ്ട് പോകുന്നില്ല ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തോ ഒരു തൃപ്തി മനസ്സിലുണ്ട്, സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ അത് അങ്ങനെ ആ ലോകത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇരിക്കുന്ന സമയം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് സൈക്കിൾ ഓട്ടിക്കുന്നില്ലേ, ഓട്ടിക്കാൻ പഠിക്കുന്നില്ലേ. അപ്പോൾ എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, അത് പഠിച്ചില്ലെങ്കിൽ എനിക്ക് കുറവുണ്ടെന്നുള്ള ചിന്ത വന്നാലല്ലേ അത് പഠിക്കാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം അനിയന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, നമ്മൾ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും വായിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും. കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. ഇതിലൊക്കെയാണ് നമ്മൾ ഭയങ്കര സന്തോഷം കാണുന്നത്. വൃത്തിയാക്കി വയ്ക്കുക, അടുക്കും ചിട്ടയോടെ വയ്ക്കുക. അപ്പോൾ ഉള്ളിലൊരു അടുക്കും ചിട്ടയും ഉണ്ടാവാം, അതിൻ്റെ റിഫ്ലക്ഷൻ ആവാം മേ ബി ഇതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് വരുന്നത്, നമുക്ക് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ 8ാം ക്ലാസ് 9ാം ക്ലാസ് നേരത്തെ പറഞ്ഞില്ലേ, ഈ കെമിസ്ട്രി ഫിസിക്സ് അതൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ഫ്രീഡമായിട്ട് പോകുന്നു. പക്ഷേ എക്സാം വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയൊക്കെ എഴുതും, പാസ്സാകും. അതായത് 8ലും 9ലൊക്കെ തോക്കും. സ്കൂളിൽ നിന്ന് തോറ്റിട്ടില്ല, ചിലപ്പോൾ അവർ ജയിപ്പിച്ചു വിടുന്നതാണോ എന്താണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്കൂളിൽ തോറ്റിട്ടില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണ പരീക്ഷയ്ക്കൊക്കെ തോക്കും, ഓരോ വിഷയങ്ങളൊക്കെ തോക്കും. കാര്യം ഈ മാത്സ് ഒക്കെ പഠിക്കണ്ടേ, ഫോർമുല കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ, ഇതൊന്നും നമ്മൾ ഈ തലയ്ക്കകത്ത് കയറ്റുന്നില്ല. അപ്പോൾ പഠിക്കാൻ മോശമാണ്. അനിയനൊക്കെ നല്ല പഠിക്കും, ജ്യേഷ്ഠനൊക്കെ അവരൊക്കെ നല്ല പഠിക്കും. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോശമാണെന്നുള്ള ചിന്ത വീട്ടുകാർക്കുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. മോശമാണോന്നും തോന്നുന്നില്ല, നല്ലതാണോന്നും തോന്നുന്നില്ല. അങ്ങനെ പോയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത്, അതായത് നമ്മൾ 79ലാണ് ജനിച്ചത്.
അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ 10ാം ക്ലാസ് വലിയൊരു ഇതാണല്ലോ. 10ാം ക്ലാസ് ജയിക്കണം, പരീക്ഷ ജീവിതത്തിൻ്റെ ഇതാണെന്നല്ലോ. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ എഴുതും പരീക്ഷയൊക്കെ. കാര്യം ഇതൊന്നും അതിലും ശ്രദ്ധയില്ലാതെയോ പഠിച്ചിട്ടില്ലല്ലോ, ഇത് എഴുതുകയും വേണമല്ലോ. അപ്പം അതൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് ഫ്രണ്ടിൽ വരെയല്ലേ. അപ്പം എങ്ങനെ പഠിക്കും, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഒന്നും ഈ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മുറി വൃത്തിയാക്കാൻ നമുക്ക് നല്ലവണ്ണം ഒരു ഐഡിയ ഉണ്ട്. ഇത് ഇന്ന സാധനം ഇന്നടത്ത് വെക്കണം, ഇത് ഇങ്ങനെ വെക്കണം, അവിടെ ഈ ക്ലോത്ത് ഇടണം, ഇതൊക്കെ നല്ല ഐഡിയ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യും. പക്ഷേ പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ല ഇത് എന്തിനാണ് പഠിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തത് കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ശരി. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയും കഴിഞ്ഞു. പക്ഷെയൊക്കെ പോയി എഴുതി, പക്ഷെ ജയിച്ചു. തോക്കാറില്ല, ജയിച്ചു. വലിയ മാർക്കൊന്നുമില്ല, ജയിച്ചു. അപ്പോൾ വീട്ടുകാർക്കൊക്കെ അതിശയമാണ്. കാര്യം ഇതെങ്ങനെ ജയിച്ചു എന്നുള്ളത് അവർക്ക് അതിശയമാണ്. അങ്ങനെ ജയിച്ചു. അവിടെ നമ്മളും ചിന്തിക്കുകയാണ്, പഠിക്കാതിരുന്നാൽ ജയിക്കാം എന്നുള്ളത് ചിന്തിക്കുകയാണ്. അപ്പോൾ അടുത്ത ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഹിന്ദി അറിയില്ല, മറ്റേ സയൻസ് വിഷയങ്ങളൊന്നും അറിയില്ല, മാത്സ് ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പം എന്തെന്ന് പറയാൻ കൊമേഴ്സ് പോലെ 3rd ഗ്രൂപ്പ് 4th ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് വന്നു. അങ്ങനെ 4th ഗ്രൂപ്പ് അങ്ങനെ എടുത്തത്. പക്ഷേ ഇതൊക്കെ നമ്മളിങ്ങനെ അക്കാഡമിക്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തൊക്കെയൊക്കെ ആ സമയത്തെ നമ്മളിങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട്. കാരണം നമ്മളൊരു സൈലൻസ് ഇഷ്ടപ്പെടുന്നു, പിന്നെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ധ്യാനിക്കുന്നതാണോ എന്താണോ നമുക്കൊന്നറിയില്ല. ചെയ്യുന്ന കാര്യത്തിന് ഇൻവോൾവ് ആയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സ്കൂളിൽ കുട്ടികളുടെ കൂടെ കളിക്കാനും ഒക്കെ പോകും. അതൊക്കെ കളിക്കാനൊക്കെ താല്പര്യമുണ്ട്. പിന്നെ സ്പോർട്സിനെ കാട്ടിയും കൂടുതൽ ആർട്സാണ് ഇഷ്ടം. പാട്ടും നാടകവും ഇതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു ക്ലാസ്സിൽ അല്ലേ, അതോ അഭിനയിക്കായിരുന്നോ? അങ്ങനെ ഇരിക്കും. കാര്യം ഇതൊന്നും തലയ്ക്കകത്ത് പിന്നെ വരുന്നില്ലല്ലോ, ഇപ്പം ഒരു ബേസോ ഇല്ലല്ലോ കാര്യങ്ങളൊന്നും. 10ാം ക്ലാസ് വരെയുള്ള അവസ്ഥ അങ്ങനെയാണ്, ചെന്നിരിക്കും, അങ്ങനെ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവസാനം 10th കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴിനി അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രിയിൽ 4th ഗ്രൂപ്പ് എടുക്കുന്നു. 4th ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ആധ്യാത്മികതയെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ വേണം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു, ഇനി തൊട്ട് നമ്മൾ വെജിറ്റേറിയൻ. ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞു, ഇനി തൊട്ട് നമ്മൾ വെജിറ്റേറിയനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ വെജിറ്റേറിയൻ ആകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ വീട്ടിൽ വന്നു. ബാക്കി എല്ലാവരും നോൺ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള ഇത് പറയുന്നു. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായത് ആരിൽ നിന്നെങ്കിലും കേട്ടിട്ടോ പഠിച്ചിട്ടോ അല്ല, സ്വയം ഉണ്ടാകുകയാണെങ്കിൽ വേണ്ട, ഇനി തൊട്ട് എനിക്ക് നോൺ വേണ്ട എന്നുള്ളൊരു ചിന്ത വരെയാണ്. അത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ശരി ശരി. അപ്പോൾ അന്ന് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം കൊടുക്കുന്നതാണ് വെജിറ്റേറിയൻ. ഒരു വെജിറ്റേറിയനിസം എന്ന് പറയുന്ന അങ്ങനെയാണെന്നുള്ളൊരു തോന്നൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ, അപ്പം അവർ ജീവിക്കാൻ അനുവദിക്കലാണ്. ഞാൻ വെജിറ്റേറിയൻ ആവുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നാണ് നമ്മൾ അന്ന് അതിനെ കൊടുത്തിരുന്നൊരു വ്യാഖ്യാനം. പക്ഷെ വീണ്ടും ചിന്തിച്ചപ്പോൾ അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുക്കാൻ ഞാൻ ആരാണ്? അവർക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവകാശം ഇനി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ അവകാശത്തിൽ കൈകടത്താതിരുന്നാൽ മതി. അപ്പം ഞാൻ അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി? അപ്പം അതൊരു മണ്ടത്തരമാണെന്നുള്ളത് ബോധ്യമായി. അപ്പോഴെന്താണ്, അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ്, ഇത്തരം വ്യാഖ്യാനങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ല ഒരു യഥാർത്ഥ അവസ്ഥ. വ്യാഖ്യാനിക്കാതിരിക്കുക, ഒന്നിനെ വ്യാഖ്യാനിക്കുക. അപ്പൊ വ്യാഖ്യാനിക്കുന്നവരും എന്താണ്, അവിടെ ഞാൻ എന്നുള്ള ചിന്ത വരെയാണ്. അപ്പോഴങ്ങനെ വരുന്ന സമയത്താണ് ഈ അഹം എന്ന് പറയുന്ന ഒരു സാധനം.
അതിനെ മനസ്സിലാക്കണമല്ലോ എന്നുള്ള ചിന്ത. എനിക്ക് ഈശ്വരനെ മനസ്സിലാക്കണം എന്നുള്ള ചിന്ത വന്നിട്ടേ ഇല്ല. അകത്തെ മനസ്സിലാക്കണം. ഈ ഞാനെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ചിന്താ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. ഇത് വന്നത് ഏതെങ്കിലും കോഴ്സിന് പോയിട്ടോ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ ഒന്നുമല്ല. നമ്മളിൽ ഉണ്ടാവുന്ന ഇത്തരം ചോദ്യങ്ങളെല്ലാം അകത്തെ വളർത്തുന്നതല്ലേ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ് അകത്തെ അറിയണം എന്നുള്ള ചിന്ത വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ പറഞ്ഞു. അപ്പം നമുക്കൊരു ജ്യേഷ്ഠനുണ്ട്, അനിയനുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, കൂടുതൽ പഠിക്കുന്നില്ല, കാര്യം പഠിക്കാൻ മോശമാണല്ലോ. അപ്പോൾ പിന്നെ ഇനി നമ്മളെ വെറുതെ പഠിപ്പിക്കുന്നതിന് അന്ന് ചിലവൊക്കെ ഉള്ളേ, ജ്യേഷ്ഠനെ പഠിപ്പിക്കണം. ജ്യേഷ്ഠനൊക്കെ BSc പഠിക്കുന്നു, അനിയൻ 5 വയസ്സിന് ഇളയതാണ്. അപ്പോൾ അനിയനൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് അങ്ങനെയൊക്കെ പോകുന്നു. അവരൊക്കെ ഹയർ സ്റ്റഡീസിലൊക്കെ പോകാനുള്ളതല്ലേ. ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സ്പിരിച്വലോട്ട് പോകണമെന്ന് പറയാനുള്ള ധൈര്യവും ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല അത് അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ അന്നത്തെ ഏജ് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞത്, നീ ആദ്യം പ്രീ ഡിഗ്രി എടുക്ക്, അതിന് ശേഷം നിനക്ക് ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് പോകാം. ശരി. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നത്, അപ്പോൾ എൻ്റെ ഇഷ്ടാനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? പ്രീ ഡിഗ്രി ജയിച്ചിരിക്കണം, എങ്കിലേ എൻ്റെ ഇഷ്ടാനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചിരിക്കണം, അത് പഠിക്കണം എന്നുള്ള. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു, ഇത്രയും നാൾ ചെയ്തിട്ടില്ലല്ലേ. അപ്പോൾ അത് കഷ്ടപ്പെട്ട് ഇരുന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ശരി. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്ത് പറ്റി? നല്ലതായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഇത് അടുക്കി ഞാൻ ചിന്തിക്കുന്നുണ്ട്, വീട്ടിൽ വന്നിരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ക്ലാസ്സിലൊക്കെ, മറ്റത് സ്കൂളിലൊക്കെ പോകും പക്ഷെ പഠിക്കൂലെന്നേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നോക്കുമ്പോൾ അത്യാവശ്യം നമ്മളെ മറ്റേ മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റി. അങ്ങനെ ജയിച്ചപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരു ഡിഗ്രി എടുക്കണം, എനിക്ക് ഡിഗ്രി എടുക്കുക കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് BCom ചേർന്നു. അപ്പോൾ പാരലായിട്ട് എന്താണ്, നമ്മളിപ്പം പ്യുവറായിട്ട് വെജിറ്റേറിയനാണ്, കുറച്ച് ബുക്കുകൾ കാര്യങ്ങളൊക്കെ വായന. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളുണ്ടല്ലോ, അതിന് ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ബുക്കുകളിലോട്ട് നമ്മൾ കണക്റ്റ് ആവാൻ തുടങ്ങി. വേറെ ഒന്നും നമുക്ക് തൃപ്തി വരില്ല, അത് വായിക്കാനും അങ്ങനെ തോന്നത്തുമില്ല. അപ്പോൾ ഈ ഡിവോഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിന് ഉള്ളിൽ അന്വേഷണവും സെർച്ചിങ്ങുമാണ് ഉള്ളിൽ. അകത്തെ എനിക്ക് അറിയണം എന്നുള്ള. അപ്പോൾ അകത്തെ പറ്റി പറയുന്ന ഗുരുക്കന്മാരെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഈശ്വരനെ പറ്റി പറയുന്ന ഗുരുക്കന്മാരെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്നും. അങ്ങനെയാണ് നമ്മൾ ബുദ്ധനിലോട്ടും ഓഷയിലോട്ടും ജിഡ്ഡ് കൃഷ്ണമൂർത്തിയിലോട്ടും രമണ മഹർഷിയിലോട്ടും ഗുരുദേവനിലോട്ടൊക്കെ ഒരു കണക്ഷൻ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പോഴെന്താണ്, പഠിക്കുന്നുമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ BCom പഠിക്കുന്നുമുണ്ട്. അപ്പം അതിൽ സ്ട്രഗിൾ വരുന്നുണ്ട്, പഠിത്തത്തിൽ. ഇതിൽ സ്ട്രഗിൾ വരുന്നുമില്ല. എളുപ്പം കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ നമുക്ക് അപ്പോഴാണ് ഇൻട്രസ്റ്റ്, ഉള്ളിലുള്ള ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളുടെ റൂട്ട് ഇതാണ് എന്നിങ്ങനെ കൃത്യമായി നമുക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ ഫീലിങ്ങിൻ്റെ ഭാഗമായിട്ട് വായനയും ഓരോ ആശ്രമങ്ങളിലൊക്കെ പോവാനും അവിടെ ചെന്ന്, എന്നാൽ അതിലേറ്റൊന്നും വലിയൊരു മിങ്കിളാകില്ല, അവിടുത്തെ അന്തരീക്ഷത്തിലിരിക്കാൻ ഇഷ്ടമാണ്, ശാന്തമായിട്ടിരിക്കുന്നതും. ആശ്രമം എന്ന് പറയുമ്പോൾ
എല്ലാ ഇവിടെ തന്നെയല്ലേ എന്നിട്ട് താമസിക്കുന്നേ? നമ്മൾ ജനിച്ച അപ്പോൾ ഇവിടെ വീടിനടുത്ത് അടുത്തുള്ള അടുത്തുള്ള ആശ്രമങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളത്. ഒക്കെയുള്ള ദൂരങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. അത് ഏത് ഇതിനോട് ബന്ധപ്പെട്ട ആശ്രമങ്ങളായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഏത് ആശ്രമം കണ്ടാലും അവിടെ പോകാനും അവിടെ ഉള്ള എന്ന് വെച്ചാൽ അതിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അവരിത് എങ്ങനെയാണ് ഇതിൽ ജീവിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് ഡെയിലി ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെങ്ങനെയാണ് സാധാരണ ലൈഫും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവരുടെ ആദർശം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയണമെന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആരുടെ പോയി അങ്ങനെ സംസാരിക്കാനോ ചോദിക്കാനോ ഉള്ള ധൈര്യവും ഇല്ല, ചോദിക്കാറുമില്ല. അത് പൊതുവേ നമ്മൾ സംസാരിക്കുന്നത് കുറവാണ്. കുട്ടിക്കാലത്തെ ഉള്ള ഒരു രീതിയാണ്. അവിടെ ചെന്നിരുന്ന് ഒബ്സർവ് ചെയ്യും, അവിടെയൊക്കെ അങ്ങനെ മിങ്കിൾ ചെയ്ത് അങ്ങനെ നിൽക്കും. അതാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അങ്ങനെ ബികോം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇതെല്ലാം പാരലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളതായിട്ട് ഒരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, ഒന്നും അന്വേഷിക്കണ്ട, ശരി, അന്വേഷിക്കണ്ട ഒന്നും എന്നാൽ എങ്ങനെയാണോ ഈ വെജിറ്റേറിയനായത് അതേപോലെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു പാതയില്ലാത്ത പാതയാണ്. പാതയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതായി ഇല്ല എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. അന്വേഷിക്കേണ്ടതായില്ലെങ്കിൽ അപ്പോൾ നേരത്തെ ഈ അഹം, അപ്പൊ ഈ അഹം എന്തോന്നാണ് എന്നുള്ളൊരു ചിന്ത. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അതെ, അന്വേഷിക്കേണ്ടതായും ഇല്ലെന്നോ ഒരു ഫീല് വരുന്നു. എന്നാൽ ഈ പറയുന്ന അന്വേഷിക്കേണ്ടതായി ഇല്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ അഹം പിന്നെ എന്താണ്? വീണ്ടും കറങ്ങി തിരിഞ്ഞ് അഹത്തിൽ വന്നു. അപ്പൊ ഒരു സൈഡ് പൂർണ്ണമായിട്ട് അന്വേഷണമൊക്കെ നിർത്തി, ചോദ്യങ്ങളും അങ്ങനെയില്ല, ഒന്നുമില്ല. പക്ഷെ ഇതറിയുന്നവൻ ഞാൻ അഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇതെന്താണ് എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇത് ആരത്തെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ല, അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല, അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ എന്തോ ആശാന് പറ്റി എന്നുള്ളൊരു ചിന്ത വീട്ടുകാർക്ക് തോന്നി. കാര്യം നോർമലായിട്ടല്ലല്ലോ ഈ അങ്ങനെ കളിക്കാനോ ഒന്നും പോകുന്നില്ല, എന്നാൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പക്ഷെ എന്തോ ഒരു അബ്നോർമാലിറ്റി എന്നവർക്ക് തോന്നിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുകയാണ്. എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളും തയ്യാറാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും വഴി ബോധ്യപ്പെടുത്തണ്ടേ. നമുക്കിത് പറഞ്ഞ് വീട്ടുകാർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന ചിലപ്പോൾ അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അയാൾ വഴി നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അദ്ദേഹം പറയുമ്പോൾ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ. അപ്പൊ ആ ഒരു കാലഘട്ടത്ത് എവിടെ നിന്നോ കിട്ടിയ ഒരു രുദ്രാക്ഷത്തിന്റെ കയ്യിലുണ്ട്. അതൊന്നും കഴുത്തിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല, വെറുതെ കയ്യിൽ വെച്ചേക്കും. എന്തിനാന്ന് അറിഞ്ഞുകൂടാ, നമുക്കത് കയ്യിലിങ്ങനെ വെച്ചേക്കും. അപ്പൊ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്തും ഈ സാധനം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ചോദിച്ചത്, ഈ സന്യാസത്തിന്റെ സമൂഹം എന്ന് വെച്ചാൽ ഒരു ചെറിയ ആൾക്കാർ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയൊരു സമൂഹമാണ്. എന്തുകൊണ്ട് ഈ വലിയ സമൂഹത്തിൽ നിന്ന് ചെറിയ സമൂഹത്തിലോട്ട് നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നു? അപ്പൊ ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നോ? അല്ല, അദ്ദേഹം ചോദിച്ച സ്പിരിച്വൽ ആണെന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. ആ ഒരു അർത്ഥത്തില് അദ്ദേഹം പറയുകയാണ്, സന്യാസം അല്ലെങ്കിൽ സന്യാസികൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സമൂഹം ആണ്. എന്നാൽ വലിയൊരു സമൂഹം അല്ലാതെ ഉണ്ട്. നിങ്ങൾ എന്തിനീ വലിയ സമൂഹത്തിൽ നിന്ന് വിട്ടിട്ട് ചെറിയ സമൂഹത്തിലോ പോകാൻ ആഗ്രഹിക്കുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ചെറുതാണോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോഴും നമ്മൾ ചിന്തിച്ചു, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയണം? ഈ വിഭജനം നമ്മളാണല്ലോ വ്യാഖ്യാനിക്കുന്നത്, വലുതെന്നും ചെറുതെന്നും.
അപ്പോൾ എന്നാൽ ഈ വിവരമുള്ള ഒരാളല്ലേ, ഡോക്ടറല്ലേ. അപ്പോഴേ നമ്മൾ പറഞ്ഞ് അന്ന് നമുക്ക് പറയാൻ തോന്നിയത് എനിക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഇഷ്ടം കുറേ കാലം കഴിയുമ്പോൾ അങ്ങ് പോയാലോ? അപ്പം ഇങ്ങനെ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമുക്ക് അന്ന് ഉത്തരങ്ങൾ പറയാൻ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഇഷ്ടം വന്നത് പെട്ടെന്ന് വന്നതൊന്നും അല്ലല്ലോ. നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിനെ നമ്മളിൽ ഇങ്ങനെ അങ്ങനെ വന്ന് ഈ ഒരു സ്റ്റേജിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് വിട്ടുപോകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, വിട്ടുപോകുന്നുമില്ല ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പം ഈ സംസാരിച്ചതിനിടയിലാണ് അദ്ദേഹം നമ്മുടെ കയ്യിലിരിക്കുന്ന രുദ്രാക്ഷം കണ്ടു. അപ്പം പറഞ്ഞു, ഈ രുദ്രാക്ഷം എന്തിനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇത് ധരിക്കുന്നേ കാട്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ, അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ രുദ്രാക്ഷം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നത്, തരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഒരു രുദ്രാക്ഷം പോലും കൊടുക്കാൻ തയ്യാറായവനാണ് ത്യാഗത്തിന്റെ ഒരു റൂട്ട് എടുക്കാൻ എന്നുള്ളത് പറയുമായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് രുദ്രാക്ഷം അപ്പോഴേനും കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ഡയലോഗ് പറയാൻ പറ്റുന്നില്ല, ചോദിച്ചോടെ കൊടുത്തല്ലോ. എന്നിട്ട് അപ്പം പിന്നെ അദ്ദേഹം വേറെ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അപ്പം ഇനി അടുത്ത നമ്മുടെ റോളാണല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ തിരിച്ച് പറയേണ്ടത്. അന്ന് നമുക്ക് പറയാൻ തോന്നിയത്, എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഈ രുദ്രാക്ഷം തിരിച്ച് ചോദിക്കും, അപ്പം താങ്കൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ മേ ബി അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം, ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഉള്ളിലൊരു ഡിസിഷൻ എടുത്ത ഒരു വ്യക്തി ആയെന്ന് തോന്നിയിട്ടുണ്ടാവാം മേ ബി. അപ്പോൾ ഇദ്ദേഹം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസമോ അങ്ങനെ ഓരോ ഡേറ്റ് ഇട്ട് വരാൻ പറയും. അപ്പോൾ ഇതിങ്ങനെ 2-3 ആവർത്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ മെഡിസിനോ ഒന്നും തരുന്നില്ല, അദ്ദേഹം ഇങ്ങനെ കൗൺസിലിംഗ് പോലെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഇദ്ദേഹം എത്ര ഫീസാണ് വാങ്ങുന്നത് നമുക്കറിയില്ലല്ലോ, വലിയ ഫീസ് വാങ്ങുന്നുണ്ടാവും. അവസാനം നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞു, ഇനി നമ്മൾ പോകുന്നില്ല, നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് നല്ല ബോധ്യമുണ്ട്, വെറുതെ എന്തിനാണ് അത് കൊടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മളായിട്ട് തന്നെ പിന്നെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അത് പോകാതെയായി. കാരണം പേരൻസിനോട് പറഞ്ഞു. പേരൻസിനോട് പറഞ്ഞു, നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ പോകുമ്പോൾ ഇദ്ദേഹം ആ ദിവസം തന്നെ ഇത് കറക്റ്റായിട്ട് പറയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർ ഇങ്ങനെ വീണ്ടും വരൂ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നീട്ടുന്നത്. ഇത് 2-3 പ്രാവശ്യം ആയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് നമ്മളത് പോകുന്നെന്ന് അറിയരുത്. വീട്ടുകാർ വേറെ ഒന്ന് പറഞ്ഞു പോകും. അപ്പം അങ്ങനെ ബികോം സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയർ ആയ സമയത്ത് കോളേജിൽ പോകുന്ന അന്ന് നമ്മൾ താമസിച്ചിരുന്ന പൂജപ്പുരയാണ്. കോളേജിൽ പോകുന്ന സമയം സാധാരണ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് പിന്നെ കോളേജിലോട്ട് പോകും. പൂജപ്പുരയിൽ നിന്ന് മിക്കവാറും പൂന്തറ ബസ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം നേരെ കരമന വഴി തിരുവനന്തപുരത്ത് ഇറങ്ങും, അവിടെ നിന്നാണ് കോളേജിൽ പോകുന്നത്. അപ്പം അന്ന് തിരുവനന്തപുരത്ത് നമ്മൾ ഇറങ്ങിയില്ല. ഒരു ദിവസം ബസ് തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല, നമ്മൾ ആ ബസ്സിൽ തന്നെ ഇരുന്ന്. അപ്പോൾ ഇത് നേരെ പൂന്തറ വരെ പോകുന്ന ബസ്സാണ്. ഇത് നമ്മുടെ ചിന്തിച്ചല്ല, പൂന്തറയിൽ പോകണമെന്നൊന്നും ചിന്തിച്ചില്ല, ബസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കുക. ടിക്കറ്റ് എടുത്തില്ലേ നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ബസ്സിൽ തന്നെ അങ്ങനെ ഇരുന്നു. അങ്ങനെ പൂന്തറയിൽ ചെന്ന് ഇറങ്ങി. പൂന്തറ ഇറങ്ങിയപ്പോൾ എന്ത് പറ്റി, അവിടെ 2-3 റോഡ്, ഇവിടുന്ന് എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഫ്രണ്ടിൽ കണ്ട റോഡിൽ കൂടി ഇങ്ങനെ നടന്നങ്ങ് മുന്നോട്ടങ്ങ് പോയി. ഡിഗ്രി സെക്കൻഡ് ഇയറിലായിട്ടുള്ളൂ. അന്ന് ബാഗും തൂക്കിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, കോളേജിൽ പോകുന്ന വേഷം. ഞാൻ ഇറങ്ങി തെറ്റിപ്പോയി, അവിടെ ഇറങ്ങേണ്ടതായിരുന്നു തോന്നലൊന്നും ഇല്ല. കോളേജിൽ പോകണ്ട എന്നുള്ള തീരുമാനമായിരുന്നായിരിക്കാം. പക്ഷെ അവിടെ എന്തിനാണ് ഇറങ്ങിയെന്നുള്ളത് നമുക്ക് അറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പൂന്തറയിൽ ചെന്ന് അവിടെ ഇറങ്ങുന്നത്. അപ്പം ഒരു റോഡ് കണ്ടു, റോഡിൽ കൂടി വെറുതെ നടക്കാം എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ രാവിലെ ഒരു 10 മണി 10:15 ആവും. അങ്ങനെ നടന്ന് നേരെ ചെന്ന് പോയപ്പോൾ
ചെന്ന് കയറിയത് തക്കല സ്വാമി എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ടിലാണ് ചെന്ന് കയറി. ബോർഡ് കണ്ടു. അവിടെ ബോർഡൊന്നുമില്ല. ഇല്ല. ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചൂട്ടിൽ ഒരു ചെറിയൊരു ഓല ഷെഡുണ്ട്. അവിടെ അറിയുന്നത് അത് തക്കല സ്വാമിയാണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതൊന്നും അറിയില്ല. ചെന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പം അവിടെ കുറച്ച് ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ഇദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇതെന്താണ് ഇവിടെ വല്ലോ ഈ മറ്റേ അങ്ങ് പറഞ്ഞ പോലെ ഇത് പെരട്ട് നാടകമോ എന്തോ പറഞ്ഞില്ലേ, ഒരു ഡാൻസ്, പുരാട്ട് നാടകം. അപ്പൊ അതേപോലത്തെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്ന് ഇങ്ങനെ നോക്കുകയാണ് അവിടെ എന്താണെന്നുള്ളത്. പണ്ട് കോമൺ ആയിരുന്നല്ലോ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. ചുറ്റിനും ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മല പോലെ പിന്നെ ഈ അഗർബത്തി തിരികളും പിന്നെ വേസ്റ്റുകളും പേപ്പറും തുണികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഇങ്ങനെ മല പോലെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ഇതിൻ്റെ അടുത്ത് ഇദ്ദേഹവും അനങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഭയങ്കര കൗതുകം തോന്നി. ശരി, എന്താണെന്ന്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ എന്താണ് വേറെ മന്ത്രങ്ങളോ കാര്യങ്ങളോ പൂജകളോ ഒന്നുമില്ല. അപ്പം ഇതൊന്നും ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്നാലും അവിടെ ഇരുന്നു. പക്ഷെ ഭയങ്കര ഒരു കണക്ഷൻ തോന്നി. ശരി ശരി. കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഒന്നും അന്വേഷിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത ഇരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ സൈലൻസ് എന്താണെന്നുള്ള ഒരു ഫീലോട്ടായിരിക്കണം നമ്മുടെ മൈൻഡ് കണക്റ്റ് ആയത്. സൈലൻസ് എന്നുള്ളത്, ഈ സൈലൻസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരി ശരി. സൈലൻസ് അവിടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സൈലൻസ്. അപ്പം അവിടെ പോയി നമുക്കും ഒന്നും ചോദിക്കാനില്ല. കാര്യം വന്നതേ ഡിസിഷൻ എടുത്തിട്ടല്ലല്ലോ വരുന്നത്, കാണുന്ന കാഴ്ച ചെയ്ത്. അപ്പോൾ ഈ കാണുന്നതിനെ കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം. ഇദ്ദേഹം ആരോട് സംസാരിക്കാറുമില്ല. ഇദ്ദേഹം അങ്ങ് വെറുതെ ഇരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആരെങ്കിലേക്ക് ഒന്ന് നോക്കും. നോക്കുമ്പോൾ ഭയങ്കര തീക്ഷണമുള്ള കണ്ണുകളാണ്. അതിങ്ങനെ നോക്കും. നോക്കിയിട്ട് വല്ലപ്പോഴും ചിലപ്പോഴും അദ്ദേഹം ആൾക്കാരുടെ അടുത്ത് പോകുന്നൊക്കെ ഇങ്ങനെ കൈ കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും. ഇതൊക്കെയാണ് ആ കാണുന്ന കാഴ്ച. പക്ഷെ വീണ്ടും പോകണം, ഇനി അവിടെ ചെന്ന് അങ്ങനെ നിൽക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ഈ കോളേജിൽ പോകുന്നു. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഈ കണ്ട കാഴ്ചകൾ പറയുന്നു. അപ്പം അവർക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമല്ല. അവർ ഇതേപോലെ പലരും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ അവരൊക്കെ അങ്ങനെ പറഞ്ഞാലും നമുക്കിത് വീണ്ടും പോകണമെന്നും കോളേജ് ഇല്ലാത്ത ഞായറാഴ്ച ദിവസങ്ങളിൽ പോകണമെന്നും അങ്ങനെ അവിടെ പോകുന്നത് നമ്മൾ ഒരു ശീലമായിട്ട് അങ്ങ് മാറി. അപ്പം ആ സമയത്ത് നമ്മളവിടെ മുന്നേയൊക്കെ ചെന്ന് അങ്ങനെ നിന്നാൽ ഇദ്ദേഹം പോകാൻ പറയില്ല. അപ്പോൾ ഒരു പെർമിഷൻ കിട്ടുന്നത് പോലെ നിൽക്കൂ എന്ന് പറയുന്നെങ്കിലും മുഖത്ത് നോക്കുകയോ കാണുകയോ ചെയ്തോ? അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പൊതുവെ ആൾക്കാരെല്ലാം ഓട്ടിക്കും, അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോകണ്ടെന്നോ അല്ലെങ്കിൽ പോകാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു മൗന സമ്മതം എന്നുള്ള രീതിയിൽ നമുക്കവിടെ സ്ഥിരമായിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ സൈലൻസ് എന്തെന്ന് അദ്ദേഹം പഠിപ്പിക്കാതെ അല്ലെങ്കിൽ പറയാതെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ നമുക്കൊരു ലിങ്ക് പോലെ ഉണ്ടാവും. പിന്നെ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലോ അങ്ങനെയല്ല. കാര്യം അന്ന് നമ്മൾ ബസ്സിൽ പോകുന്ന പൈസ തിരിച്ചു വരാനുള്ള പൈസ അത് മാത്രമേ വീട്ടിൽ നിന്ന് തരത്തുള്ളൂ. അതിനകത്ത് വേണം ഇതെല്ലാം ചെയ്യാനത്. പിന്നെ ഒരിക്കൽ ഇതേപോലെ പോയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. സ്ട്രൈറ്റ് ആയിട്ട് കണ്ടിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പം നമ്മളും നോക്കിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിക്കവാറും നടന്നിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാൻ പോകാത്തത് കൊണ്ട് അത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഒന്നും അറിയില്ല. പക്ഷേ അതൊരു ഒരു കണ്ണും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലോട്ട് അത് പോയി.
പിന്നീട് പിൽക്കാലത്താണ് ഈ നയനദീക്ഷ പോലത്തെ കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നത് ആയിരിക്കാം എന്ന് നമ്മൾ അത് ചിന്തിക്കുന്നത്. പക്ഷേ അതൊരു കണക്ഷൻ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ട്. പിന്നെ അവിടെ ഇതേപോലെ പോകുന്നു, നിൽക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മളുടെ ഒരു ഇന്നർ സെർച്ചിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വേണ്ട, നിർത്താം എന്ന് പറഞ്ഞതിനെല്ലാം ഒരു കണക്ഷൻ നമുക്ക് വരുന്ന ഒരു ഫീലോട്ട് ഈ ഒരു അവസ്ഥ കാരണമായി. അവിടെ തന്നെ പല സിദ്ധന്മാരും പല പല ഗുരുക്കന്മാരും അന്വേഷികളും വേറെ ഇഷ്ടംപോലെ വരും. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു തലത്തിൽ നിൽക്കുന്നത് കാരണം ഒത്തിരി പേര് അവിടെ വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പറയുന്നില്ല, ആര് വന്നാലും ഇദ്ദേഹം ആരോടും മിണ്ടുകയോ സംസാരിക്കുകയില്ല, ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും. അപ്പൊ ഇദ്ദേഹം ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയാണോ? ഇദ്ദേഹം ഒരു അവധൂതനാണ്, അവധൂത തലത്തിലെത്തിയ ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിന് പ്രപഞ്ചം അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വേറെ ഒന്നുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല, ചായ മാത്രം കുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരി. നമ്മൾ പോയി കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ബീഡി വലിക്കുമായിരുന്നു വല്ലപ്പോഴും. പിന്നീട് നമ്മൾ കണ്ട സമയത്തൊന്നും ബീഡിയൊന്നും ഉപയോഗിക്കുന്ന ഇല്ലായിരുന്നു. ചായ മാത്രം കുടിക്കും, ഒരു ഭക്ഷണവും കഴിക്കില്ല, ഒരേ ഇരിപ്പിരിക്കും, എണീറ്റ് നിൽക്കത്തോലുമില്ല, ഒരേ ഇരിപ്പ് ആ മരത്തിൻ്റെ മൂട്ടിൽ അങ്ങനെ ഇരിക്കും. രാത്രിയൊക്കെ അവിടെ തന്നെ ഫുൾ ടൈം 24 hours വെയിലത്താണ് ഇരുന്നത്. പിന്നീടാണ് അവിടുത്തെ ഭക്തര് ഒരു ഓല ഷെഡ് പോലെ അത് കുട്ടിക്കൊടുത്തത്. അപ്പോൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതും. നടക്കുകയോ സംസാരിക്കുകയോ ഒഴുത്ത് പോവുകയോ മലമൂത്ര വിസർജനമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിക്കും, അവിടെ ഒരു കുപ്പി ഉണ്ടാവും അതിൽ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വേറൊരു തലത്തിലുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന പൂന്തറസ്വാമിയും ഇതേപോലത്തെ ഇതാണ്. ഇദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്ന ആളാണ്. ശരി. ഇദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന് ഇരുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഗുരുവിനെ നമ്മൾ കാണുന്നത്, അവധൂത് വിശ്വനാഥ് എന്ന് പറയുന്നത്. അവധൂത് വിശ്വനാഥ്, അപ്പം അദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം ഇങ്ങനെ വന്ന് നിൽക്കുന്നതെല്ലാം. അപ്പം നമ്മൾ ബികോം തേർഡ് ഫൈനൽ ആവുന്ന സമയമാണ്. അപ്പം അദ്ദേഹം നമ്മൾ ചോദിച്ചു എന്താണ് പേരെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ചോദിക്കുക ഈ തക്കലസ്വാമിയല്ല, അവധൂത് വിശ്വനാഥ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് പേരെന്ന് ചോദിച്ചു. പണ്ടേയുള്ള പേര് ഗുരുപ്രസാദ് എന്നാണ്, മാറ്റിയ പേരൊന്നുമല്ല. സ്കൂൾ ടൈമിലെ വീട്ടുകാരിട്ട പേര് ഗുരുപ്രസാദ്. അപ്പം അദ്ദേഹം പറഞ്ഞു അവധൂത് ഗുരുപ്രസാദ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് ധ്യാനമാണ്, ഇതിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ എന്താണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിരുന്നു, അതാണ് ഇപ്പോഴത് കേൾക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും പോകുന്ന റൂട്ടും ഒക്കെ ഇതാണെന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് സീലടിക്കുന്നത് പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ ധ്യാനമാണ് പോവേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻ്റെ ഉള്ളിൽ ശരിക്കും സ്ട്രോങ് ആയി. ആ റൂട്ട് വന്ന് പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം കറക്റ്റ് ഇതാണെന്നുള്ളത് സ്ട്രോങ് ആയി. അപ്പോൾ നമ്മളവിടെ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നു. കുറേ കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞത് ഇതിനെ കൊമേഴ്സ്യൽ ആക്കരുതെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ. ആദ്യം പേര് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞപ്പോഴാണ് അവധൂത് ഗുരുപ്രസാദ് എന്ന് പറഞ്ഞ പേരിൻ്റെ കൂടെ അവധൂത് എന്നുള്ള ഇതിൽ പറഞ്ഞത്. പിന്നീട് എന്താ പറഞ്ഞത്, ധ്യാനമാണ് റൂട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കൊമേഴ്സ്യലാക്കല്ലെന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് ആകെപ്പാട് ആ ഗുരു എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ. അപ്പോഴും തക്കലസ്വാമി അല്ല ഈ പറയുന്ന ആള്. തക്കലസ്വാമി ഒരു മൗനമായിട്ട് ഇരിക്കുള്ളൂ. എന്നാൽ ഈ പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ? അല്ല, അവിടെ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാള്. അദ്ദേഹം അപ്പോൾ ഓൾറെഡി അദ്ദേഹം ഒരു സ്വാമിയാണ്. ആണ് അവധൂതൻ തന്നെയാണ് അദ്ദേഹവും. ശരി. ഇപ്പം നമ്മളോട് ഈ ചോദ്യം ചോദിച്ച ആൾ ആരാണ് നമുക്കറിയില്ലല്ലോ. കാര്യം അവിടെ ഇഷ്ടംപോലെ സന്യാസിമാരും ജഡധാരികളും ഭക്തരും അന്വേഷകരും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നതല്ലേ. അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ
പല ആൾക്കാരും ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അവധൂത് വിശ്വനാഥൻ എന്ന് പറയുന്നത്. ശരി. നമ്മൾ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ഒരു കോൺവെർസേഷൻ ചെയ്തത്, പിന്നെ നമ്മളത് കണ്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ റോമിങ് നടക്കുന്ന ഒരാളാണ്, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാതെ തമിഴ് കലർന്ന ഒരു മലയാളത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട ഒരു ഉറപ്പിക്കലായിരുന്നു അത് അവിടെ സംഭവിച്ചത്. അപ്പം അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമ്മൾ ആ ട്രാക്ക് ഇത് ശരിയായിരുന്നു നടന്നു വന്നതെന്നുള്ളത് ഒരു ബോധ്യമായി. അപ്പോഴത്തേക്കും ബികോം കഴിഞ്ഞു. അപ്പോൾ ബികോം കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്താണ് ഈ പഠിക്കുന്നതെല്ലാം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കുക. വീട്ടിൽ കൊടുക്കുമ്പോൾ നീ പൊയ്ക്കോളൂ എന്ന് പറയുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, നിന്റെ ഇഷ്ടാനുസരിച്ച് ചെയ്തോളൂ എന്നുള്ളത്. അപ്പോൾ ബികോമും കഴിഞ്ഞു. ബികോം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് വീട്ടിൽ കാണിച്ചപ്പോൾ വീട്ടിൽ അച്ഛൻ അടുത്ത പ്ലാൻ ചെയ്യുകയാണ്, ഇനി അടുത്ത് എന്താണ് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കള് അഡ്വക്കേറ്റായി കാണണം. അപ്പോഴെന്ത് പറ്റി, അടുത്തൊരു ടാർഗറ്റ് വരികയാണ്. ആ സമയത്ത് ജ്യേഷ്ഠൻ BSc കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ജ്യേഷ്ഠൻ മംഗലാപുരത്ത് പോവുകയാണ്. അപ്പോൾ ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ട്, അടുത്ത ആള് നിയമത്തിൻ്റെ ഫീൽഡിൽ. നീ ഒരു വക്കീലായി കാണണമെന്ന് ആഗ്രഹം. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അപ്പോൾ വീണ്ടും ഇനി പഠിക്കണം. പഠിക്കാതൊക്കെ ഇരുന്ന് ഇതല്ലേ. അപ്പോൾ കഷ്ടപ്പെട്ടാണ് ബികോം പ്രീ ഡിഗ്രിയും പഠിക്കാൻ തയ്യാറായത്, ബികോം പഠിക്കാൻ തയ്യാറായത്. അപ്പോൾ വീണ്ടും ഈ ബ്രെയിനെ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കണമല്ലോ. ഇത് നമുക്കൊരു വലിയ സ്ട്രഗിളായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഈ ആധ്യാത്മിക ചിന്തയൊക്കെ ഒന്ന് മാറണം എന്നുള്ള ചിന്തയിൽ കൊണ്ട് ബാംഗ്ലൂരാണ് കൊണ്ട് ചേർത്തത്, ശേഷാതിപുരം. അപ്പം മെട്രോ സിറ്റി, അവിടുത്തെ ലൈഫ് ഇതെല്ലാം കാണുമ്പോൾ ഇത്തരം ചിന്തകളെല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ബാംഗ്ലൂർ ശേഷാതിപുരം ലോ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നമ്മളെ ചേർത്തു. പോകാൻ പറഞ്ഞാൽ പോകാതെ ഇരിക്കില്ല, പോകും. അവിടെ പോയി അവിടുത്തെ കോളേജും ഇതും എല്ലാം കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ തലയ്ക്കകത്തൊന്നും കയറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഭാഷ ഇതൊന്നും നമ്മൾ തലയ്ക്കകത്ത് ഇതൊക്കെ പഠിക്കേണ്ട ഒരു സാധനമാണെന്നും നമുക്ക് തോന്നുന്നില്ലല്ലോ. അപ്പം അവിടെ പോകുമ്പം മലയാളം ഇല്ല, ബാംഗ്ലൂർ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയിലേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത. കാര്യം ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ ഇതെല്ലാം ചലഞ്ചും എടുക്കണമെന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഇപ്പോഴും ചെയ്യും പോലെ തന്നെ പ്രത്യേകിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്. സെമസ്റ്റർ ആയിരുന്നു. അവിടെ പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ വെജിറ്റേറിയൻസ് കൂടുതലാണ് അവിടെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇവിടെ കേരളത്തിൽ അങ്ങനെ കാണുന്നില്ല. കൊള്ളാമല്ലോ, വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നല്ല ആൾക്കാർ, കൊള്ളാം. പിന്നെ നല്ല അന്തരീക്ഷം, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോഴും ചിന്തിക്കുന്ന എന്താണ്, ഇത് 3 വർഷമുണ്ട്, 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് പോയതുകൊണ്ട് 3 വർഷമേ ഉള്ളൂ LLB. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് കാണിക്കാം, നമ്മൾ ഫ്രീ ആക്കി. അപ്പോൾ അതുവരെ ഈ വേഷം കെട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും പോയി പഠിക്കാൻ വേണ്ടി ചെന്ന് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു, സെക്കൻഡ് സെമ്മും ഇപ്പോൾ കുറച്ച് ഭയങ്കര ചിലവാണ് ബാംഗ്ലൂരിൽ. നമ്മൾ അവിടെ പോയി ഇത് പഠിക്കുകയും കാര്യങ്ങൾ നിൽക്കുന്നതല്ല. അപ്പോൾ പ്രീ ഡിഗ്രി തൊട്ടേ ഈ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ വീട്ടിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ പിന്നെ ഇത് പഠിക്കാൻ കൂടുതൽ പൈസ ആവൂലേ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ പറയും, അങ്ങനെ ഇരിക്കുന്നു. അപ്പം രണ്ടാമത്തെ സെം കഴിഞ്ഞ് നിന്നപ്പോഴും തന്നെ കോളേജിന് അനൗൺസ്മെൻറ്റ് വന്നു, ഇത് അടുത്ത സെമ്മിന് ഇതാണ്, ഇത്ര പൈസ നിങ്ങളൊക്കെ അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തായാലും ഈ ആധ്യാത്മിക റൂട്ടിലായിരിക്കും പോകുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് വലിയൊരു ചിലവും കൊടുത്തിട്ട് പോകണോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു മനസ്സിലിങ്ങനെ ചിന്ത വരും. അങ്ങനെ ആ ചിന്തയുടെ ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യും. ഒന്നുകിൽ വീട്ടുകാർക്ക് ഇഷ്ടം LLB നമ്മളൊരു വക്കീലാകണമെന്നല്ലേ. അപ്പോൾ ഇവിടെ തന്നെ പഠിക്കണമെന്നില്ലല്ലോ, നാട്ടിൽ പഠിക്കാമല്ലോ. നാട്ടിൽ പഠിച്ചാലും ചിലവ്
പകുതി കുറയുമല്ലോ എന്നുള്ള ചിന്ത. അപ്പോൾ ഈ നാട്ടിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇതെല്ലാം മാറ്റി ഇങ്ങ് വരണം, നാട്ടിൽ വരണം. യൂണിവേഴ്സിറ്റിയെ മാറിയായിരുന്നു. കണ്ടിന്യൂറ്റി ആയിട്ട് പഠിക്കാൻ പറ്റിയല്ല, പിന്നെയും ഒന്നേന്ന് തുടങ്ങാം അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട്. പക്ഷെ അത് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്നേന്ന് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്, ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നു. അപ്പോഴെന്താണ് സംഭവം? ഈ യൂണിവേഴ്സിറ്റികൾ മൈഗ്രേറ്റ് ചെയ്യണ്ടേ? ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി, അപ്പോൾ ഇനി അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ വരണം. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി പോയി ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംസാരിച്ച് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. ഇങ്ങനെ അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ കോളേജിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. കോളേജിൽ പോയി ചോദിച്ചാൽ എന്ത് പറ്റും? ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ബാക്കി ഫീസ് മൊത്തം അടയ്ക്കാം. ശരി, വലിയ ചലഞ്ചുകളൊക്കെയാണ് സംഭവം. അപ്പോൾ എന്ത് ചെയ്യും? നിർത്തി എന്ന് പറഞ്ഞ് എന്നാൽ വഴക്ക് പറയും. ഈ പൈസ കെട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും വഴക്ക് പറയും. ഇനി ഇതെല്ലാം ചെയ്ത് നാട്ടിൽ വന്നാലോ? ഇവിടെ അന്ന് ലോ കോളേജുകളൊക്കെ കുറവാണ്. 10-25 വർഷം മുമ്പുള്ള കാര്യമാണ്. ലോ കോളേജ് കുറവാണ്. തിരുവനന്തപുരത്ത് അക്കാഡമിയും പിന്നെ ലോ കോളേജ് അങ്ങനെ ഓൾ കേരള വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ആ സമയത്ത് നമ്മുടെ ബ്രെയിനാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ പ്രകൃതിക്കൊരു ഡിസിഷൻ ഉണ്ടല്ലോ, അതല്ലേ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആ സമയത്ത് പിന്നെ നാട്ടിൽ കിട്ടുമോ, പിന്നെ ഈ പൈസ എങ്ങനെ ബാക്കി അടയ്ക്കും, സർട്ടിഫിക്കറ്റ് കിട്ടുമോ, പിന്നെ അവിടെ പോയി ഇതൊക്കെ എഴുതി കൊടുക്കണം, ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ല. പക്ഷെ നമ്മളിതൊന്നും ചിന്തിക്കാനൊന്നും പോയില്ല. വെറുതെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. ഇതൊക്കെ ഒരു യാന്ത്രികം പോലെ അങ്ങ് നടക്കുകയാണ് സംഭവം. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. കോളേജിൽ വന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അവർ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പേരൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഫയൽ എടുത്തിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇവിടെ പൈസ അടച്ചിട്ടാണല്ലോ പോവേണ്ടത്. അപ്പോൾ നേരത്തെ പൂജപ്പുര വെച്ചിട്ട് നമ്മൾ പൂന്തര പോയത് എങ്ങനെയാണ്? ഡിസിഷൻ എടുക്കാതെയല്ലേ പോയത്, അവിടെ ചെന്ന് എത്തിപ്പെട്ടല്ലേ. അതേപോലെ നമ്മൾ അവിടെ നിറങ്ങാൻ നേരത്തെ ഈ ഫയൽ എടുത്തോണ്ട് നമ്മളങ്ങ് പോയി. ശരി, കോളേജിൽ നിന്ന് ഫയൽ എടുത്തോണ്ട് അങ്ങ് നമ്മളങ്ങ് പോവുകയാണ്. എവിടുത്തെ ചോദിക്കണമെന്നോ ചോദിച്ചില്ലെങ്കിൽ തെറ്റാണോന്നോ എടുക്കാമോന്നോ ഇതൊന്നും വരുന്നില്ല. നമ്മുടെ ഈ ഫയൽ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ്. ഫയലും കൊണ്ടങ്ങ് നമ്മൾ ആരും കാണുന്നില്ലേ, അതിനെപ്പറ്റി നമ്മൾ അറിയുന്നില്ല. ഇപ്പോണ്ട് നമ്മളങ്ങ് പോവുകയാണ്. കാര്യം ഇത് പോകാൻ നേരത്ത് ഇത് വേണമല്ലോ നാട്ടിൽ വരുമ്പോൾ. ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്. അപ്പം ഇനി ഇത് ചോദ്യം വരൂ, അത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വരൂ, പിടിക്കാൻ ബാക്കിൽ നിന്ന് ആൾ വരും, ഇതൊന്നും കാര്യം എനിക്കിപ്പോൾ നാട്ടിൽ വന്നാൽ ഇത് കാണിച്ചാലേ കിട്ടുള്ളൂ. ഇനി മേ ബി ഇത് ഇപ്പം എടുത്തോണ്ട് പോയി എന്നുള്ള ഇത് അറിഞ്ഞിട്ട് അവിടെ തടയാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇതൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ബോധേടാതെ നാട്ടിൽ വന്നു. ഇത് വീട്ടിലും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ വീട്ടുകാർ ചോദിക്കുന്നു അപ്പോൾ ഇനി അടുത്ത തേർഡ് സെമ്മിൻ്റെയൊക്കെ ഇത് എന്നാണ് തുടങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ അഡ്മിഷൻ്റെ സമയമായി കേരളത്തിൽ. അപ്പോൾ അതുവരെ ഇല്ലാത്തൊരു സംഭവം, എൻട്രൻസ് പരീക്ഷ LLB-കാർക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് ആ വർഷം. അതുവരെ എൻട്രൻസ് എന്നുള്ളൊരു സംഭവം ഇല്ല. എൻട്രൻസ് എഴുതി ജയിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അന്ന് എന്തോ ഒരു കാരണത്താൽ ജ്യേഷ്ഠൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ അഡ്വക്കേറ്റ് ആകാൻ തന്നെ പഠിക്കാൻ അവനും വേറൊരു കോഴ്സ് എടുക്കണമെന്നുള്ള, അപ്പോൾ അവനും LLB എടുക്കാമെന്നുള്ള തീരുമാനം എന്നുള്ളത് വന്നു. അപ്പോൾ അവൻ്റെ കൂടെ നമ്മളും പോകാമെന്നുള്ളത് വന്നു. ശരി. അപ്പോൾ എന്തിനാണെന്ന് വീട്ടുകാർ ചോദിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ് വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ പോയി അതൊക്കെ എഴുതിയപ്പോഴത്തേക്കും എൻട്രൻസ് കിട്ടി. അപ്പോൾ ഇത് വീട്ടിൽ ഒന്നും തുടങ്ങും. ഒന്നേന്ന് ഫയൽ ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പം ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളത്. ശരി. ഈ പ്രകൃതി നിശ്ചയം പോലെ മേ ബി ഈ എന്താ പറയാൻ
ഈ അവധൂത് എന്ന് പറയും പോലെയാണല്ലോ അഡ്വക്കേറ്റ് അത് എഴുതുമ്പോഴും ഇംഗ്ലീഷിൽ എഴുതി വരുമ്പോഴും AD. അപ്പോൾ ഇത് തലയിൽ ഉണ്ടാവാം മേ ബി. അതെ. LLB കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാം. ഇവിടെ കിട്ടുന്നു, ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഈ യൂണിവേഴ്സിറ്റി മാറുന്ന പരിപാടി ഇതെന്താവോ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ സബ്മിറ്റ് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ബാക്കി അവരൊന്നും വേറെ ഒരു പ്രോബ്ലം ഒന്നും പറയുന്നില്ല. എല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ലോ അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്നു, അവിടെ ബ്രദറും എടുക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് പഠിച്ച് അങ്ങനെ വരുന്നത്. അങ്ങനെ ആ വിദ്യാഭ്യാസവും ആധ്യാത്മികതയും ഇതെല്ലാം നമുക്ക് ഒന്നും ഒരു തടസ്സമാവുന്നില്ല. ഈ ഒരു പിന്നെ ഒരു പൂ വിടർന്ന് വരാൻ തടസ്സമാവുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ പഠിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഈ പറയുന്ന സൈലൻസും മറ്റു കാര്യങ്ങളും, ഇതെല്ലാം നമ്മളിൽ അതിനുള്ള ടൈമും കാര്യങ്ങളും ഇതെല്ലാം കിട്ടുന്നുണ്ട്. വായിക്കുന്നുണ്ട്, ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട്, സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പാരലായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ LLB കംപ്ലീറ്റ് ആയി. വക്കീൽ കുപ്പായമൊക്കെ ഇട്ടു. പിന്നെ അത് കംപ്ലീറ്റ് ആയി. അപ്പോഴും വീട്ടിൽ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്, ശരി ഇനി വയ്ക്കുള്ളൂ ഇത് പറയുമെന്നാണ് വിശ്വസിക്കുന്നത്. ബ്രദറും ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആയിരുന്നപ്പം അച്ഛൻ പറഞ്ഞു, കുപ്പായ ഇട്ട് കോടതിയിൽ നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അടുത്ത ടാസ്ക് വരികയാണ്. അപ്പൊ ജ്യേഷ്ഠൻ വക്കീൽ, അവന് ഇൻട്രസ്റ്റ് ആണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ആണ്. നമുക്കിത് ഒട്ടും താല്പര്യമില്ലല്ലോ ഈ ഒരു സാധനം. അതാണ് ഈ താല്പര്യം ഇല്ലാതെയാണ് പഠിച്ചത്. പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ പഠിക്കാൻ കഴിവുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. അല്ലാതെ ഈ LLB ഒന്നും ഉദ്ദേശിച്ചല്ല, തലയിൽ കയറ്റി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നേരെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ സ്കൂളിൽ വെച്ച് പഠിക്കാൻ കഴിവുണ്ടാവണം. നമ്മളെ റൂട്ട് വേറെ ആയതുകൊണ്ടാവാം അത് തോന്നാത്തത്. അതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു ഇതാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇതൊന്നും അല്ലല്ലോ. അങ്ങനെ അവസാനം കോടതി പോയി തുടങ്ങി. അപ്പോൾ ഏത് കോടതി പോകണം എന്നുള്ളതാണ്. ക്രിമിനൽ താല്പര്യമില്ല. അപ്പം എന്താണ് അതിൻ്റെ അകത്തുള്ള രീതിയല്ല. അപ്പോൾ അതിൽ ഏറ്റവും സാധുവായിട്ടുള്ള ഏതെങ്കിലും കോടതിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം ഈ പറയുന്ന പ്രശ്നക്കാരാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ പ്രശ്നത്തിൻ്റെ പരിഹാരം ആക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ സിവില് പ്രശ്നമാണ്, ഈ ക്രിമിനൽ പ്രശ്നമാണ്, ഫാമിലി കോടതി അതിൽ നിന്നും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കൺസ്യൂമർ കോടതി അങ്ങനെ ഏതിലാണ് നല്ലത് നോക്കി അപ്പോൾ MACT വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു തോന്നിയിട്ട് MACTയുടെ ഫയൽ കൂടുതലുള്ള ഒരു ഓഫീസിലാണ് നിന്നത്. MACT എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ക്ലെയിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പോയി ചെന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ സാറിൻ്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജൂനിയറൊക്കെ ഒരു ഏജ് ആയിട്ടുള്ള, അദ്ദേഹം സർവീസ് എന്ന് വിരമിച്ചതിന് ശേഷം വീണ്ടും അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളും ഭയങ്കര ഒരു ഫ്രണ്ട് ആയല്ലോ എന്നുള്ള. അപ്പം അവിടെ പോയിട്ട് കൂടുതൽ സംസാരിക്കുന്ന സ്പിരിച്വൽ കാര്യം. അപ്പോൾ നമുക്കത് വക്കീൽ ഓഫീസ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ വക്കീൽ ജീവിതം ഇങ്ങനെ നടക്കുകയാണ് ഇതിൽ. അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും വീണ്ടും ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു, അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പോകുന്നു. ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ റൂട്ട് ഇതാണെന്ന് വീട്ടുകാർക്ക് ഒരു ബോധ്യപ്പെടുത്തൽ വേണ്ടേ? ഇതിന് എന്ത് ചെയ്യും, അതെങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞ് LLB ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സാധകാസായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കണക്റ്റ് ആവുന്നു. നമ്മൾ കൂടുതൽ ഇങ്ങനെ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നു, സത്സംഗം പോലെ ഇരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
വീട്ടിൽ ഇങ്ങനെ സാധകർ വരാൻ തുടങ്ങി. വീട്ടിലോട്ടല്ല, ഉം. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരുമിച്ചിരിക്കും. കൂടും. എന്തായാലും ഒരു ഗ്രൂപ്പിംഗ് പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ടൊക്കെ ഇങ്ങനെ ശരി. നടക്കുന്ന ഒരു അവസ്ഥ വന്നു. ഉം. അപ്പോൾ കൂടുതൽ നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആവുന്നതും അങ്ങോട്ടാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബാക്കി ഇതൊക്കെ വക്കീൽ കുപ്പായൊന്നും ചേരുന്ന വേഷമല്ല എന്നുള്ള ഒരു തോന്നലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വക്കീൽ കുപ്പായി ഇട്ട് കോടതി കയറുന്നത് ഫാദറിനെ കാണാൻ സാധിച്ചു? അത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നു, തിരിച്ചു വരുന്നു. അത്രയും ഒളിച്ചൊല്ല വന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. കണ്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല. കോടതി കയറി കേസ് വാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോടതിയിലൊക്കെ പോയി അറ്റൻഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജൂനിയറായിട്ട് പോകുമ്പോൾ കേസ് വാദിക്കാൻ തരില്ലല്ലോ. ആദ്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടല്ലോ ആദ്യം ഉള്ളൂ. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇത് അഡ്ജോൺ ചെയ്ത് വെക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ ചിലത് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് ചേരുന്ന വേഷമല്ല എന്നുള്ള ബോധം ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വീട്ടിൽ ഇങ്ങനെ പറയും, എന്തായാലും ഇനി അവരായിട്ട് വിടൂല, ഇനി നമ്മളായിട്ടൊരു തീരുമാനം എടുത്താലേ പറ്റുള്ളൂ എന്നുള്ളതായി. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നുള്ള ഇതിലിരുന്ന സമയത്താണ് മനസ്സിലൊരു തീരുമാനം. ഈ പല തീരുമാനങ്ങളും നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെ ചെയ്യണമെന്നെടുത്തിട്ട് ചെയ്യുന്നതല്ല, പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് വരും. പക്ഷെ നമുക്ക് പുറത്തു പറയുമ്പോൾ തീരുമാനമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കാം, ഇങ്ങനൊരു ഒരു സംഭവം തോന്നും. ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ ഫുഡ് കഴിക്കാതെ. അപ്പം അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ, അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം സ്കിപ്പ് ചെയ്തപ്പോൾ വീട്ടുകാർ അത് ശ്രദ്ധിക്കുന്നില്ല. വൈകുന്നേരം കഴിഞ്ഞ് അടുത്ത ദിവസമായി, അന്ന് കഴിക്കുന്നില്ല. മൂന്നാമത്തെ ദിവസമായപ്പം ഇത് അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, ഇതെന്താണ് തീരുമാനം, ഇതെന്താണ് ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന ആവശ്യം എന്താണ്, വയ്യേ എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ഇത് ഇങ്ങനെയൊക്കെ അപ്പോഴേ നമുക്കൊരു എൻട്രി വേണമല്ലോ ഈ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു നമുക്കിതേപോലെ ഒരു നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു യാത്ര പോകണമെന്നൊരാഗ്രഹമുണ്ട്, ഇതാണ്. അപ്പോൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമയം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആത്മീയ മാർഗത്തിലാണ് ഞാൻ പോകാൻ ആഗ്രഹം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണെന്ന് പറഞ്ഞു. 24-25 വയസ്സൊക്കെ ആ ഒരു സമയമാണ്. അപ്പോൾ അത് അച്ഛന് ഭയങ്കര എതിർക്കാനും പറ്റൂല. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണല്ലോ, അതൊരു ഫൈനലൈസ് ചെയ്ത് വരെയല്ലേ. അപ്പം അന്ന് എന്തൊക്കെ പറഞ്ഞു. അപ്പം ആ സഹോദരന്മാരൊക്കെ ദേഷ്യപ്പെടുന്നു, നീ ഇങ്ങനെ കാണിക്കുന്നത് എന്തിന് ഇങ്ങനെ. അപ്പോൾ അമ്മ കരയുന്നു, ഇതൊക്കെ ആ ഒരു അവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ അന്നൊരു ദിവസം ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. അത് അങ്ങനെ ഇറങ്ങി പോയതിൻ്റെ പിന്നിൽ 2 ഉദ്ദേശമായിരുന്നു. നമ്മുടെ റൂട്ട് ഇതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരത് ഉൾക്കൊള്ളുക, അത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇത് മറ്റത് ഈ അവർ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്കൊരു ചേഞ്ച് വരുന്നു എന്നുള്ള ഹോപ്പൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവാം. നമ്മളെ റൂട്ട് ഇതാണെന്ന് നമുക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ പിന്നിലായിരിക്കാം ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട്. അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. അങ്ങനെ പോയി. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മളുടെ ആ ഒരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന ഒരു സാധനം ജെനുവിനാണോ ഇല്ലേ നമുക്കും ബോധ്യപ്പെടണം, സ്വയം ബോധ്യപ്പെടണമല്ലോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഉണ്ടെന്ന് പറഞ്ഞതോ ഇല്ലെന്ന് പറഞ്ഞതും ഇതിന് ഒരു കാരണം അല്ല എന്നുള്ളത് ഒരു ബോധ്യമാവണം. അതിൽ നിന്നൊക്കെയാണ് ഈ ബോധ്യം വരുന്നത്. അപ്പം ഇറങ്ങുമ്പോൾ എന്താ പറ്റുന്നു, കിടക്കണമെന്നുള്ള സ്ഥലം ഉണ്ടാവണമെന്നില്ല, ഭക്ഷണം ഉണ്ടാവണമെന്നില്ല, യാത്രയ്ക്ക് പണം ഉണ്ടാവണമെന്നില്ല.
പക്ഷെ അങ്ങനെ ഒരു 3-4 വർഷം ഉം. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ശരി. അങ്ങനെ ആ ഒരു സമയത്ത് ഒത്തിരി സാധകാസിനെയൊക്കെ പരിചയപ്പെട്ടു. അത്യാവശ്യം യാത്രകൾ ചെയ്തു. ചോദിച്ചോട്ടെ, അപ്പൊ ഇടയ്ക്ക് വീട്ടിൽ വരാതെ വീട്ടിൽ ശരിക്കും വരാതെ 3-4 കൊല്ലം 3-4 വർഷം ഒരു അവധൂതനായ പോലെ തന്നെ നടന്നു. ആ, അപ്പം ഭക്ഷണം കിട്ടിയാ കിട്ടി ആ ഒരു അവസ്ഥയായിരുന്നു. അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ വസ്ത്രം അതുപോലെ തന്നെ. സ്വാഭാവികമായിട്ടും. പക്ഷെ ഇതിനൊന്നിനും യാതൊരു ഉത്കണ്ഠയില്ല, ഒന്നിനും ഒന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം കിട്ടുന്നുണ്ട്, ശരി. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും കിടക്കും, കിടക്കാൻ ഉള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. കിട്ടും എങ്ങനെയെങ്കിലും. കൂടുതൽ നമ്മൾ സാധകരുമായിട്ട് കണക്ട് ചെയ്ത് ശരി ശരി. വരുന്നു. പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒത്തിരി പേരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമല്ലോ. അവർ വന്ന് വേഷം മാറിയോ? ഡ്രസ്സ് സാധാരണ ഡ്രസ്സ് തന്നെ. സാധാരണ ഡ്രസ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പല പല ആൾക്കാർ വന്ന് നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്തൂടെ, ഇത് വർക്ക് ചെയ്തൂടെ, ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ വന്ന് നിങ്ങൾ എന്തായാലും പിന്നെ വെറുതെ ഇരിക്കുന്നതിന് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അന്ന് ബാലഗോകുലം പോലത്തെ സംഘടനയിലൊക്കെ വന്ന് അവർക്ക് അപ്പോൾ നമ്മളെന്താണ് ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൽ അന്ന് ആ സമയത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും. അപ്പോഴും ഒരു സംഘടനാ സംവിധാനത്തിൽ എനിക്ക് താല്പര്യമില്ല. കാര്യം അവിടെ നമ്മളുടെ ഒരു ലൈഫ് ഇതല്ലല്ലോ, അവരുടെ ഒരു ലക്ഷ്യമല്ല നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ള സെർച്ചിങ്ങും നമ്മൾ കൂടുതലും സാധക വൃന്ദത്തിൻ്റെ എവിടെയാണ്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ സത്സംഗമൊക്കെ എടുക്കാൻ വേണ്ടി ചെന്നൈയിലൊക്കെ പോകാറ്. അങ്ങനെ ഒത്തിരി പേരലായിട്ട് ധ്യാന സാധകരുമായിട്ടൊക്കെ ഒരു ബന്ധം അത് ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും എന്നാൽ വേറൊരു സംഘടനയുടെ കീഴിലൊക്കെ ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയും ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പലതും പലതായിട്ടാണ് നിൽക്കുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു സാധനം വരുന്നില്ല, ഒരു യൂണിക്കായിട്ട് സംഭവം വരുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി 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 ലാസ്റ്റ് ഒരു ഘട്ടമായപ്പം വീട്ടിൽ നിന്ന് വിളി വന്നു. അമ്മയൊക്കെ വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട്, അന്ന് ചെങ്ങന്നൂരായിരുന്നു നിന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ വരണം, ഇങ്ങനെ മാറി നിൽക്കില്ലേ, നിൻ്റെ ഒരു ആഗ്രഹത്തിന് നമ്മൾ തടസ്സം നിൽക്കില്ല, വീട്ടിലുണ്ടാവണം എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ തിരിച്ച് വരുന്നു, വീട്ടിൽ വരുന്നു. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് എന്താണ്, ഈ LLB കട്ടായല്ലോ, അത് കട്ടായി. തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ബ്രദർ അവരൊക്കെ വക്കീൽ പണിയും അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പം തിരിച്ചു വന്നിട്ട് ഇനി ഇത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങും പോലെ തുടങ്ങാൻ പറ്റുന്നവരൊന്നും അല്ലല്ലോ ആദ്യം. അങ്ങനെ ഈ ഒരു ആശ്രമ സങ്കല്പമോ അങ്ങനത്തെ ഒന്നും ഇല്ല. അതിനോട് അങ്ങനെ താല്പര്യമില്ല. അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നിരുന്ന സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര ഹാപ്പി, കുറേ നാളിന് ശേഷം തിരിച്ചു വന്നു എന്നുള്ളതുണ്ട്. എന്നാൽ നമ്മൾ ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രകൃതിയുടെ നിശ്ചയമാണ്. നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ വേറെ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ 3-4 വർഷം കൊണ്ടുള്ള സഞ്ചാരവും കാര്യങ്ങളും കൊണ്ട് ഒത്തിരി സ്ഥലത്ത് നിന്ന് ഒത്തിരി പരിചയവും ധ്യാന സാധകരുമായിട്ടുള്ള. അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പോൾ അതുവരെ നമ്മൾ എന്താണ് പലയിടത്തും ഇങ്ങനെ സഞ്ചരിച്ച് അവരുടെ സ്ഥലങ്ങളിലല്ലേ പോയത്. ഇപ്പം നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്ത് വീട്ടിൽ വന്നപ്പം അവർ വീട്ടിലോട്ട് വരാൻ തുടങ്ങി. ശരി. ആഴ്ച തോറോ അങ്ങനെയൊക്കെ മാസത്തിലൊരിക്കയോ. ഇതല്ല വീട് അവിടെയല്ലേ അന്ന് നമ്മൾ താമസിച്ചത്. പിന്നെ ഇവിടെ നമ്മൾ അടച്ചിട്ടേക്കായിരുന്നു, സിറ്റിയിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവിടെ സാധകാസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ വരുമ്പോൾ എന്ത് പറ്റും, എല്ലാവരും ഒരുമിച്ചിരുന്ന് സത്സംഗമൊക്കെ പറയുന്ന ഒരു രീതിയിലോട്ട് സംഭവം വന്നു. ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും ഒരുമിച്ച് കൂടുന്നു. അപ്പം നമ്മൾ ടീച്ചിങ്സ് പോലെ, നമ്മുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് വലിയ പ്രഭാഷണങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ നിരീക്ഷണം പോലത്തെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്
ഒരു വാക്കിലോ ഒരു കഥയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു വാക്കിൽ കൂടിയോ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കൂടുതൽ. എന്നിട്ട് കൂടുതലും ഉള്ളിലോട്ട് നോക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വന്നു. അപ്പം പിന്നെ ഈ സാധകാസൊക്കെ ഇങ്ങനെ പതുക്കെ കൂടുതൽ ഈ അന്വേഷിക്കുന്നവരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന ഒരു സ്റ്റേജിലോട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ഇതിന് ഒരു പ്രത്യേകിച്ച് സംഘടനയില്ല, പ്രത്യേകിച്ച് സെൻറ്ററോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു പേര് വേണ്ടി, എന്ത് പേരിടും? ഇതൊന്നും പ്ലാനിങ് അല്ലല്ലോ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കും നിങ്ങളുടെ ആശ്രമം എവിടെ, അല്ലെങ്കിൽ സെൻറ്റർ എവിടെ, എന്താണ് അതിൻ്റെ പേര്, എന്താണ്, എവിടെയാണ് ക്ലാസ് എടുക്കുന്നത്, എവിടെ വെച്ച് എടുക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഒന്നും ഇല്ലല്ലോ, ഒരു സംഭവമില്ല. അപ്പം പേര് കണ്ടുപിടിക്കണം, എന്ത് പേരിടും എന്നുള്ളത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു പേരിടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്നിലോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആ പേര്, അതാണ് മീ ടു മീ എന്നുള്ളൊരു പേര്. അത് ശരി, ഉള്ളിൽ വന്നതാ. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പേര്. ശരി, അങ്ങനെ പേരായിട്ടിട്ടതല്ല. ഈ പേരിടുന്നതിന് മുമ്പ് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു ചോദിച്ചോട്ടെ, അപ്പോൾ ശരിക്കും ഒരു ഗുരുവിന് ശിഷ്യപ്പെട്ട് പോയിട്ടില്ല? ശരിക്കും ഒരു ഗുരുവിന് ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഇതാണ് കാര്യം. ഈ അന്വേഷണം ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ നിരീക്ഷണമൊക്കെ ചെയ്യുമ്പോൾ ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. കാര്യം അത് വേണമെന്നോ വേണ്ടെന്നോ അങ്ങനെയൊന്നും അത് ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് മീ ടു മീ എന്നുള്ള ഒരു പേര് വന്നത്. അപ്പോഴും ഇത് സംഘടനയോ ഒന്നുമല്ല, സാധകാസെല്ലാം ഒരുമിച്ച് കൂടുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആൾക്കാർ കൂടുതൽ വരുന്നു. നമ്മളുടെ ഒരു സ്വതന്ത്ര ചിന്തയാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ എല്ലാവരും വരുന്നു, ഒരുമിച്ച് ധ്യാനിക്കുന്നു, ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നു, പിന്നെ പിരിയുന്നു. ശരി, ഈ രീതിയിലോട്ട് പോകുന്നു. അപ്പം അന്നൊക്കെ നമ്മൾ ഈ മൊബൈൽ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ പലതും പങ്കുവെക്കും. തോട്ട് ഓഫ് ദ ഡേ എന്നുള്ളത് നമ്മൾ കൂടുതലും ചിന്തിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അതായിരിക്കാം മേ ബി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും അതായിരിക്കാം. ചിന്തിക്കണം. വിശ്വസിക്കുന്നതിന് പകരം ചിന്തിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം വരാം. ചിന്തകളെ ഉണ്ടാവാൻ പാടില്ല, ചിന്തിക്കരുത് എന്നല്ലേ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ചിന്തിക്കുക, ആഴത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നത്. അതൊരു അന്വേഷണം. നിലവിലുള്ള നമ്മുടെ ചിന്തയെ പറ്റിയിട്ടല്ല, ആഴത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ നിലവിലുള്ള ബേസിക് ചിന്തകൾ അടങ്ങും. ആഴത്തിൽ ചിന്തിക്കുക, കാര്യങ്ങളെ കൂടുതൽ ബോധ്യമാവുക എന്നുള്ളത്. അതിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തോട്ട് ഓഫ് ദി ഡേയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. അത് ഈ പല സാധകാസും ഇങ്ങനെ കുറിച്ചൊക്കെ വെക്കുന്ന അങ്ങനെ അതിൻ്റെ കളക്ഷൻ അവരിറക്കിയ ഒരു ബുക്കാണ് ആദ്യത്തെ ബുക്ക്, അവധൂത ചിന്തകൾ എന്നുള്ളൊരു ബുക്ക്. അതെല്ലാം ഓൺലൈനിലാണ്, ഓൺലൈനായിട്ടുള്ളത്. നമ്മൾ ഉള്ളിലോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്താ വിഷയങ്ങളാണ്. ശരി ശരി. അത് സ്വയം പ്രേരിതമായിട്ട് അപ്പോഴപ്പോൾ കൊടുത്തതാണ്. അപ്പോഴപ്പോഴായിട്ട് നമ്മൾ എഴുതി, പിന്നെ സ്പോണ്ടേനിയസ് എല്ലാ റൈറ്റിങ്ങുകളും അങ്ങനെ തന്നെ. ശരി ശരി. ഒന്നും എഴുതി ഒരിടത്ത് വെക്കാറും ഇല്ല. അപ്പോഴും തോന്നി അപ്പോഴങ്ങ് എഴുതി വിടും. അന്നൊന്നും പിന്നെ വാട്സപ്പ് ഒന്നും ഇല്ല, ഫേസ്ബുക്ക് ഒന്നും ഉള്ള കാലഘട്ടമല്ല. ശരി ശരി. മൊബൈലിൽ മെസ്സേജ് വഴി അയച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഫേസ്ബുക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുറിച്ച് ഓർക്കൂട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന, പിന്നീട് അതിൽ നിന്ന് ഫേസ്ബുക്ക് വന്നു. അതിൽ കുറിച്ചിടുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു കണ്ടന്റും നമ്മുടെ ഡയറിയിലോ ഒന്നിലോ എഴുതി വയ്ക്കുന്ന ഇതില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, വാട്സപ്പുകൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ മീ ടു മീയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഫോർവേഡഡ് മെസ്സേജ് ഒന്നും അതിലിടില്ല, എന്തെങ്കിലും ഓൺ റൈറ്റിംഗ് ആയിരിക്കും ഇവിടുന്നുള്ള. അങ്ങനെയാണ് ഓരോ ടോപ്പിക്കുകളൊക്കെ എഴുതി തുടങ്ങിയത്. അതാണ് ബുക്കുകളായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ആൾക്കാർ ബുക്ക് ആക്കിയിട്ടേ പുറത്തുള്ളൂ. നമ്മൾ നേരെ തിരിച്ചാണ്. ഇത് എഴുതി അത് ഒരു ഘട്ടമാകുമ്പോഴാണ് പിന്നെ ബുക്കാകുന്നത്. അപ്പോഴും പലപ്പോഴും ആ ടൈറ്റിൽ നമുക്ക് കിട്ടുമല്ലേ എന്ന് പോലും അറിയില്ല. ഈ ലാസ്റ്റ് ഇറങ്ങിയ ആത്മഭാഷണം എന്നുള്ളൊരു ബുക്ക്
8 വർഷത്തെ റൈറ്റിംഗ് ആണ്. ഈ 8 വർഷം ആത്മഭാഷണം എന്നുള്ള ടൈറ്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ആർക്ക് വേണമെങ്കിൽ ആ ബുക്ക്. അപ്പോൾ ആ ടൈറ്റിൽ ആർക്ക് വേണമെങ്കിൽ 8 വർഷം കൊണ്ട് എടുക്കാമല്ലോ. അപ്പോൾ ബുക്കാക്കാൻ നേരത്തെ ഇത് ടൈറ്റിൽ കിട്ടൂലേ എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പ്രകൃതിയാണല്ലോ ചെയ്യുന്നത്. ആരും എടുത്തിട്ടുമില്ല. അങ്ങനെ ആ ടൈറ്റിൽ നമുക്ക് കിട്ടുകതന്നെ ചെയ്തു. ഓരോ റൈറ്റിങ്ങുകളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ട്രാവൽ, ഒരു മീ ടു മീ എന്നുള്ള ആ ഒരു നാമത്തിൽ ഇങ്ങനെ ഒന്ന് ആരംഭിച്ചപ്പോഴത്തേക്ക് ഒരു എബോവ് 30 ആയിട്ടുണ്ട് അല്ലേ? മീ ടു മീയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 19 വർഷമായി. 19 വർഷമായി. ഒരു 19 വർഷമായി. ഒരു 30 വയസ്സ് സമയത്തോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്. ശരി. അതായത് ഒരു 30-ാം വയസ്സിന് ശേഷം ഇവിടെ തന്നെയാണ് മിക്കവാറും അല്ലേ? 30-ാം വയസ്സിന് ശേഷം സിറ്റിയിൽ നമ്മൾ 2-3 സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. കരമന, വെള്ളായണി, ആ ഭാഗത്തൊക്കെ. പിന്നെ ഒരു 35 അടുപ്പിച്ച് വന്നപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെ തിരിച്ച് വന്നു. കാര്യം ഒരു ബേസ്, മറ്റെല്ലാ റെന്റിന് നമ്മൾ താമസിക്കില്ല. ഒരു നമ്മളുടെ ഒരു ബേസിലോട്ട് വരണം എന്നുള്ള ഒരു തോന്നൽ, കുറച്ചൊരു ഫ്രീഡം നമുക്ക് വരണം. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, ഇവിടെ സ്ഥലപരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോഴീ സാധകാസ് എല്ലാവരും കൂടി തീരുമാനിച്ചു നോക്കുക, ഇല്ല മറ്റുള്ളവർ വന്നാൽ വീട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അല്ലെ, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ജ്യേഷ്ഠനും അനിയനും ഇവരെല്ലാവരും ഉണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പോൾ സാധകാസിന് ഒരുമിച്ച് വന്ന് ഒരു ദിവസമെങ്കിലും തങ്ങണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങണം എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ നമുക്കതൊക്കെ എഗ്നിസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളത് വേണ്ട. കാര്യം ഒരു സ്ഥലം വാങ്ങി അവിടെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് അത് വേറെ ലെവലോട്ടൊക്കെ പോകും. നമുക്കൊരു ഓർഗനൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് ഒരു താല്പര്യം ഒട്ടും ഇല്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? അപ്പം അതിന് സൊല്യൂഷൻ അന്നാണ് റൂഫിങ് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട്, അപ്പോൾ പിന്നെ വേറെ സ്ഥലം തരേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പം സ്പേസ് ഉണ്ട്, അവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് റൂഫ് ചെയ്തിട്ട് ആ റൂഫിങ്ങിൻ്റെ അണ്ടറിലാണ് ഈ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പിന്നെ കാലക്രമേണ നമ്മൾ കുറച്ച് സെലക്റ്റീവാണ്. കാര്യം ഈ അന്വേഷണ ബുദ്ധിയുള്ള വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അതിൽ എണ്ണം കുറയുമല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ പേരൻസിൻ്റെ സമ്പൂർണ്ണ സപ്പോർട്ടുണ്ട് അല്ലേ? അത് കാലക്രമേണ അവർക്കും ബോധ്യമായി. കാര്യം വരുന്ന ആൾക്കാരുടെ രീതി, അവരുടെ മാറ്റം, അവരുടെ അപ്രോച്ച്, ഇതെല്ലാം ഇവർ കാണുകയല്ലേ വരുന്നത്. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ജീവിതശൈലി, ഇതൊക്കെ അത് അവരുടെ അതിൻ്റെ ഭാഗമായി. എതിർക്കാൻ പോലും മറന്നുപോയി എന്നുള്ളതാണ്. ആ രീതിയിൽ ഇതിന്റെ ഭാഗമായിട്ട് പോയി. ഇപ്പം മന്ത്ലി ക്യാമ്പൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ മാസവും 5 മണിക്കൂറിന്റെ ക്യാമ്പുണ്ട്. അമ്മയും ജ്യേഷ്ഠന്റെ സഹോദരി, വൈഫും മക്കളും അവരൊക്കെ പങ്കെടുക്കുന്ന രീതിയിലായിട്ട് അത് പറയും. കാര്യം അത് അവർക്ക് ഇതെല്ലാം നമ്മളെ ലൈഫിന്റെ ഭാഗമാണ്, വേണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടല്ലേ അത് പങ്കെടുക്കുന്നത്. അപ്പം അങ്ങനെ ഇത് നമ്മൾ ആ സാധാരണ കണ്ടുവരുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള പ്രാക്ടീസ് അല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള പൂജകളോ ആരാധന രീതികളോ ഒന്നുമില്ല, അതൊന്നുമില്ല. നമ്മുടെ ഒരു നിലപാടെന്ന് വെച്ചാൽ ആത്മീയവാദിയോ അല്ലാതെയോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മനസ്സിന്റെ സ്വാധീനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിന് ബേസായിട്ട് മനസ്സുണ്ട്. അങ്ങനെ ബേസായിട്ടിരിക്കുന്ന മനസ്സിനെ നമ്മൾ അറിയണ്ടേ? ഈ മനസ്സാണ് ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ മനസ്സിനെ അറിയണം, മനസ്സിനെ മനസ്സിലാക്കണം. തുടക്കത്തിൽ പറഞ്ഞ അഹം എന്ന് പറഞ്ഞില്ല, അതിൽ നിന്നാണ് ആ മൈൻഡ് എന്നുള്ള മൈൻഡിന്റെ പ്രവർത്തനമൊക്കെ നമുക്ക് കൂടുതൽ ചിന്തിക്കണമെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിയത്.
അപ്പം മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ള പ്രോസസ്സ്, അത് ജീവിതത്തെ അറിയുക, ജീവിതത്തെ അറിയുക എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ശരി കോച്ച്. വലിയ കാര്യം അതാണല്ലോ അറിയേണ്ടത്, അതെ. ജീവിതത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൈൻഡാണ്. അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അറിയും. മനസ്സിനെ പ്രവർത്തനം എങ്ങനെ അറിയും? അതിനെ നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റും. നിരീക്ഷിക്കുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റാതാവും. അത് സൈലൻ്റ് ആവും. സൈലൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും? അപ്പോഴാണ് ജൈവികത, അതെ ശരിക്കും നമ്മുടെ ശരിക്കുള്ള ജൈവികതയിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോഴാണ്. മനസ്സിൻ്റെ സ്വാധീനമില്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ കണക്റ്റ് ആവും. നാച്ചുറലായിട്ട് കണക്റ്റായിട്ട് ആ ജൈവികതയിൽ ജീവിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് യഥാർത്ഥമായ ആനന്ദവും സന്തോഷവും ഈ പറയുന്ന എല്ലാം അവിടെയാണ്. അപ്പം ആ ഒരു അവസ്ഥയിലെത്തുക, നൗവിൽ നിൽക്കുക, നൗവിൽ ജീവിക്കുക, ജൈവികതയെ അനുഭവിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള. വെരി ഗുഡ്. ഞാൻ ഒരു ചെറിയ ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ആളുകളെല്ലാം ആത്മീയമായിട്ടുള്ള മേഖലയിൽ പരക്കം പായുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു സ്വർഗം. അവിടെ ഇങ്ങനെ ഒരാൾ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ ഇരിക്കുന്നു. പിന്നെ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ നരകവുമുണ്ട്, ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവെന്നോ ദൈവമെന്നൊക്കെ പറയുന്ന ആ മേഖല, അതുപോലെ തന്നെ ഒരു സ്വർഗരാജ്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ ഒരു ബോധ്യം ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ആ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈശ്വരനെ പറ്റി നമ്മൾ തേടിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അതെ, അതൊരു ചിന്തിക്കേണ്ട സബ്ജക്റ്റായിട്ട് തോന്നിയിട്ടില്ല. ശരി. നമുക്ക് ഒരു സബ്ജക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അഹം. കാര്യം ഇത് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു സാധനമാണ്. അഹം എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് അനുഭവിക്കുകയാണ്. അപ്പം എനിക്ക് അതിനെ അറിയണമല്ലോ, ഇത് എന്താണെന്നുള്ളത് അറിയണം. ഇതായിരുന്നു ഏറ്റവും വലിയ എൻ്റെ ഒരു അറിയണമെന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഈ ദൈവത്തെ പറ്റി കണക്ട് ചെയ്ത് വരുന്ന ഒന്നും നമ്മുടെ ചിന്താ വിഷയങ്ങളല്ല. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഈശ്വരനും ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട വിഷയമല്ല എന്നാണ്. എങ്ങനെയാണോ കുട്ടിക്കാലത്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത്, അതേപോലത്തെ ഒരു സബ്ജക്റ്റാണ് ഈശ്വരൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അഹത്തെയാണല്ലോ എനിക്ക് അറിയേണ്ടത്, ഈ മൈൻഡിനെയാണ് എനിക്ക് അറിയേണ്ടത്. കാര്യം ഈ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായത് അങ്ങ് കണക്ട് ആയിക്കോളും. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിലോട്ട് കണക്റ്റ് ആവാൻ പറ്റാതിരിക്കുന്ന കാര്യം മൈൻഡാണല്ലോ. യവനെയാണല്ലോ എനിക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് സൈലൻ്റ് ആവേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എനിക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കുക, ഇതിനെ ഒന്ന് അറിയുക എന്നുള്ളതാണ്. ശരി. ഇത് ആവുമ്പോൾ അത് കണക്ട് ആയിക്കോളും എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ചെയ്തത്. അങ്ങനെയാണ് ആ സ്റ്റിൽനെസ്സും സൈലൻസിൻ്റെയും പ്രസക്തി വരുന്നത്. അപ്പോൾ മനുഷ്യനിപ്പോൾ എല്ലാം പരക്കം പായുന്നത് എനിക്ക് സ്വർഗത്തിൽ പോകണം, മരിച്ചതിന് ശേഷം നരകത്തിൽ പോകേണ്ട വരരുത്, അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ആത്മീയതയുടെ ഒരു വശം വെച്ചിരിക്കുന്നത്. പിന്നെ മരണാനന്തരത്തെക്കുറിച്ച് പല ആചാര്യന്മാരും വരെയും പറയുന്നത് പുനർജനനം. അപ്പോൾ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ആയിട്ട് സഞ്ചിത കർമ്മമായിട്ട് സഞ്ചിക്കാത്ത കൊണ്ടുവരും. അതിൻ്റെയാണ് ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ നമ്മളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റോള്, അതിൻ്റെ ഫലം എന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ അങ്ങയുടെ ഒരു മരണാനന്തരം, അതുപോലെ ഇങ്ങനെ പുനർജനനം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്? ഇതിനെപ്പറ്റി പറയാൻ നോക്കിയാൽ വഴിയില്ല, നടത്തമില്ല, നടക്കുന്നവനില്ല. അതുകൊണ്ട് ജനനവും മരണവും അവിടെ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് ചിന്തിച്ചെത്തിയ ഒരവസ്ഥയല്ല, അതാണ് സത്യവും. കാര്യം ഈ ആത്മാവെന്ന് പറയുന്നത് ഇപ്പോൾ എനർജി എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ പോലും അത് ഫോമായിരുന്നാലും ഫോംലെസ് ആയിട്ടിരുന്നാലും അതിനെ ബാധിക്കുന്ന ഒന്നല്ല.
ഫോമായിട്ട് ഇരുന്നാലും അതിന് പ്രത്യേകിച്ച് അവിടെ എനർജി ഉണ്ട്, ഫോംലെസ് ആയിട്ടിരുന്നാലും അതിന് എനർജി ഉണ്ട്. അതാണ് ജനന മരണം. രണ്ടിനും ആ എനർജി സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു ജനിച്ചു എന്ന് പറഞ്ഞാലോ മരിച്ചു എന്ന് പറഞ്ഞാലോ പുനർജനിച്ചു എന്ന് പറഞ്ഞാലോ എനർജിയാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. അപ്പം അതേപോലെ നമ്മൾ ആ സ്റ്റിൽനെസ്സിൽ നിൽക്കുമ്പോൾ, ആ ജൈവികതയിൽ നിൽക്കുമ്പോൾ ജനിച്ചാലും മരിച്ചാലും ഒരേ അവസ്ഥയാണ്, പുനർജനിച്ചാലും ഒരേ അവസ്ഥയാണ്. അപ്പം ആ ജൈവികതയിൽ നിന്നാൽ മാത്രം മതി. അവിടെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകണ്ട. വേറെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് ഇവൻ ജനിച്ചെന്നോ മരിച്ചെന്നോ പുനർജനിച്ചോ എന്ന് പറയുന്നത്. ജൈവികതയിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിലാണ്. ഒരു ചോദ്യം, എന്താണ് ഉദ്ദേശിച്ചത് ദൈവികതയിൽ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ച്? അപ്പം ദൈവികത എന്ന് പറയുന്നതിന് എന്താ കൊടുക്കാൻ പറ്റുക? ദൈവികതയല്ല, ജൈവികത. ജൈവികത എന്നാ പറഞ്ഞത് അല്ലേ? ദൈവികത എന്നല്ല പറഞ്ഞത്, ജൈവികത. അതിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ അതിൽ ആകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനനമെന്നോ മരണമെന്നോ പുനർജന്മം എന്ന് പറയുന്ന പേരുകൾക്ക് പ്രസക്തിയില്ല. ഇതൊക്കെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോഴവിടെ എന്തോന്നുണ്ട്, ഈ ഊർജം അവിടെ ലൈവായിട്ടുണ്ട്. ഊർജം ലൈവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മരണം എന്നുള്ള ടൈറ്റിൽ അവിടെ ചേരുവോ? ഇല്ല. ജനനം എന്നുള്ള ടൈറ്റിൽ ചേരുവോ? പുനർജന്മ ടൈറ്റിൽ അവിടെ ചേരുവോ? കാര്യം അപ്പോഴെല്ലാം ഈ ഊർജം ലൈവായിട്ട് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ, അത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ആകാത്ത. ഈവൻ നമ്മുടെ മീറ്റ് ടു മീ ധ്യാന സെന്ററിന് തന്നെ ഒരു ചാനലൊക്കെ ഉണ്ട്, മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനൽ. അവിടെ ഒത്തിരി സാധകാസിനെ നമ്മൾ അതിനകത്ത് അഭിമുഖം വെക്കുന്നുണ്ട്. അഭിമുഖം എന്നുള്ള വാക്കല്ല അവിടെ ശരിക്കും ഉപയോഗിക്കുന്നത്, ആത്മീയ സത്സംഗം എന്നാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കാറില്ല. ശരി ശരി. കാര്യം അത് നമ്മുടെ വിഷയമല്ല, ധ്യാന സെന്ററിന്റെ വിഷയമേ അതല്ല. ശരി. കാര്യം ഇന്ദ്രിയോ അതീന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണല്ലോ ഈ സത്യം ഇരിക്കുന്നത്. അപ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള ഒരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാണ്? പിന്നെ ഇന്ദ്രിയങ്ങൾ തലത്തിൽ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ അബദ്ധവും പിന്നെ മണ്ടത്തരവുമാണ്. ശരി. നമ്മൾ അതല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ബോധത്തെ പറ്റിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതുമല്ല, അത് അവൻ്റെ അനുഭവമാണ്. ആ അനുഭവമാണ്. അപ്പം നമ്മൾ ഈ ടോക്കിൻ്റെ സെക്ഷൻസിലെല്ലാം അവരുടെ അനുഭവങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഒരു ആധ്യാത്മികപരമായിട്ടുള്ള ഒരു അന്വേഷണ ബുദ്ധിയോടെ പോകുന്നവന് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ വ്യക്തത ഉള്ള കാര്യം മാത്രമേ നമ്മൾ അതിനകത്ത് ഒരു ചോദ്യങ്ങളായിട്ട് വരാറുള്ളൂ. വേറെ അതീന്ദ്രിയ വിഷയങ്ങൾ അവർ പറഞ്ഞാൽ പോലും നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റും. ശരി. അപ്പം ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജന്മം, പുനർജന്മം, മരണം എന്നുള്ളത് ഈ വിഷയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുകയും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് ചർച്ച ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്ന വ്യക്തികൾ സ്വമേധയാ അവരിൽ വരുന്ന ചിന്തകളല്ല. പലരും അവരിൽ അടിച്ച് ഏൽപ്പിച്ച ചിന്തകൾ ഇവർക്കൊരു കൺഫ്യൂഷനായിട്ട് കിടക്കുകയും ഈ ചിന്തകളാണ് യഥാർത്ഥ ആധ്യാത്മികത എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ഇതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ നിന്ന് ജെനുവിനായിട്ട് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കിടന്നവൻ ഇതിലോട്ട് അവൻ ചിന്തിക്കുകയോ അതിനെപ്പറ്റി പോവുകയില്ല. അവന് ചിന്തിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ മറ്റു കാര്യങ്ങൾ പലതും ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. മറ്റത് ഈ ഒരു സംശയപരമം മാത്രം ചിന്തിക്കുന്നു, വീണ്ടും ഭൗതിക ജീവിതത്തിലോട്ട് പോകുന്നു. വീണ്ടും ഈ സംശയപരമം ചിന്തിക്കുന്നു, വീണ്ടും ഭൗതികത്തിൽ പോകുന്നു. ഇവ ആധ്യാത്മികതയിൽ ജീവിക്കുന്നില്ല. യഥാർത്ഥ ആ ലയനം അവൻ ഉണ്ടാവുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ലയനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ചിന്തയിൽ കിടന്ന് നമ്മൾ വീണ്ടും കറങ്ങില്ല. മറ്റേതെന്താണ്, ഈ
ശബരിമലയുടെ സമയമാകുമ്പോൾ മാലയിടുന്നു, ശബരിമല പോകുന്നു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതെ അതെ വീണ്ടും അടുത്ത മാലയിടുമ്പോൾ മാത്രം അതിനെപ്പറ്റി അത്രേ ചിന്തിക്കുന്നു. ഉള്ളൂ. അതേപോലത്തെ ഒരു അവസ്ഥ ഇതിലും വരുന്നത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരേ കാര്യം തന്നെ ജനനം, മരണം, പുനർജന്മം, മാസ്റ്റർ ട്രാവൽ, പിന്നെ ഈ പറയുന്ന അതെ കാര്യത്തിൽ അതെ തന്നെ അതെ കടന്ന് അതെ ചിന്തിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തിന് നമ്മുടെ ഇവിടെ ധ്യാന സെൻറ്ററിൽ അല്ലെങ്കിൽ ധ്യാന സെൻറ്ററിൻ്റെ ഗ്രൂപ്പിലായിരുന്നാലും ഈ ചക്ര എന്നോ കുണ്ടലിനി എന്നുള്ള ഒരു വാക്കുകളൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നില്ല. കാര്യം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ശരി ശരി. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ശരിക്കും ജീവിതത്തെ മനസ്സിലാക്കുക, ഉവ്വ. ജീവിതത്തെ നിയന്ത്രിക്കുന്ന മനസ്സാണെന്നുള്ളത് ഉം. ഒരു 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 ഭൗതികനെ സംബന്ധിച്ചിടത്തോളം മനസ്സാണ്. ഈ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അറിയുക, ഉം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കും തോറും എന്താണ് ആവർത്തന ചക്രം, മനസ്സിൻ്റെ ആവർത്തന ചക്രം സ്റ്റോപ്പാവും. ശരി. ഒരേ പാറ്റേൺ ചിന്തിക്കുന്നത് സ്റ്റോപ്പാവും. നിരീക്ഷിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ആ നിരീക്ഷണം കൃത്യമാക്കി കഴിഞ്ഞാൽ ഉം. ഈ മൈൻഡിൻ്റെ പാറ്റേണെ മാറും, ഉം. ജീവിതം തന്നെ മാറ്റിമറിയും. ആ അനുഭവം മതി സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി. ഈ രീതിയിൽ പോകുമ്പോൾ ഇത്തരം ഇത് എത്രയോ കാലങ്ങളായിട്ട് ആൾക്കാരുടെ ചർച്ചാ വിഷയമാണ് അതെ ഈ അതെ പറയുന്നത്. എന്നിട്ട് എന്താണ് അതിൽ എന്തെങ്കിലും ഒരു ആൻസർ എത്തിയോ? വരുന്നില്ല. ഒരു ആൻസർ അതിൽ നമുക്ക് കിട്ടില്ല. ചുമ്മാ ഒരു ആൻസർ ഒരാൾ കൊണ്ടുവരുന്നു, അതിനെ പിന്നെ തർക്കിക്കുന്നു, അതെ 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 പിന്നെ തർക്കത്തിൽ ജയിക്കുവാനാണ് ശ്രമിക്കുന്നത്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ചോദ്യത്തിൻ്റെതല്ല, തർക്കിച്ച് ജയിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊന്നും ഒരിടത്തും ഒരു ആൻസർ കിട്ടുന്നതല്ല. അപ്പം ജെനുവിനായിട്ടുള്ള ഒരു ആധ്യാത്മിക ലയനം വരുന്നവന് ഇതൊന്നും ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഞാനിപ്പോൾ വർഷങ്ങളായിട്ടൊരു സത്യാന്വേഷിയാണെന്ന് പറഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചത് അങ്ങനെ എവിടെ എത്തി നോക്കി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാൽ തന്നെയല്ല, എൻ്റെ സത്യാന്വേഷണ യാത്രയിൽ ഇങ്ങനെയൊരു ഒരു ആത്മീയ വിഷയം കൈകാര്യം ചെയ്യൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ കേൾക്കുന്നത്, അനുഭവിക്കുന്നത്. അത് എൻ്റെ ചിന്തകളും ഒക്കെ ആയിട്ട് വളരെ സാമീപ്യമുണ്ട് അതിന്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ പരമസത്യം പിന്നെ ഞാൻ അപ്പുറത്തില്ല, അതറിയാനെന്നുള്ളൊരു തീവ്രമായ ആഗ്രഹമായി എന്നിൽ ഇപ്പോഴും കിടക്കുന്നത്. അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ്. പിന്നെ പാത്രത്തിൽ കിട്ടിയതും കൊണ്ട് സംതൃപ്തമായിട്ട് പോകണമെന്ന ഒരു ചിന്ത. അപ്പം എൻ്റെ ഒരു ആവശ്യമില്ല വാസ്തവത്തിൽ. ഇനിയില്ലേ, ഇനി ഞാൻ അങ്ങനെ ഒരു പരമസത്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. പരമസത്യം അന്വേഷിക്കുന്നവൻ ആരാണ്? സത്യത്തെ അന്വേഷിക്കുന്നവൻ പരമസത്യമാണ്. ഈ പരമസത്യമായ ആള് എന്തിനാണ് അന്വേഷിക്കുന്നത്? പരമസത്യത്തെയാണ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷിക്കാൻ അവൻ ആരുടെ സഹായമാണ് തേടുന്നത്? പരമസത്യത്തിൻ്റെ സഹായമാണ് തേടുന്നത്, അല്ലേ? അപ്പം ഇതിൽ എല്ലാത്തിലും ഉള്ളത് എന്താണ്? അത് തന്നെ, പരമസത്യമേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു തേടലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. കാര്യം തേടിയാൽ നേടുന്നതല്ല പരമമായ സത്യം. തേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഞാൻ വേറെ, സത്യം വേറെ എന്നുള്ള ബോധം അങ്ങനെ നിൽക്കുകയാണ്. വിഭജനം. അപ്പം വിഭജനത്തിൽ നിന്നുകൊണ്ട് ഒന്നിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്, തേടുന്നതോറും വിഭജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് ഒന്നാകണം, അല്ല ഒന്നാണ് എന്നുള്ള ചിന്ത അവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമാവും. അപ്പം അതല്ലേ ആധ്യാത്മികതയിൽ പറയുന്ന ത്രിപുടി എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നുണ്ടല്ലോ. ഈ അറിയുന്നവനും അറിവും അറിയുന്ന വസ്തുവും ഇത് മൂന്നായിട്ട് ഇരുന്നാൽ ഇത് ഒന്നെന്ന് എങ്ങനെ അറിയും? അപ്പം ഇത് മൂന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ മനസ്സിൻ്റെ സ്റ്റിൽനെസ്സിൽ ഈ പറയുന്ന അവിടെ ഒന്നേ ഉള്ളൂ. നമ്മൾ ഗാഠനിദ്രയിലോട്ട് പോകുമ്പോൾ മനസ്സ് ഇല്ല. അവിടെ ജീവനോ ജഗത്തോ ഈശ്വരനോ ഇല്ല. മനസ്സ് ഉണർന്നു വരുമ്പോൾ ജീവനുണ്ട്. ഈ ജീവൻ നിലനിൽക്കുന്നത് ഈ ജഗത്തുള്ളത് കൊണ്ടാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. ജീവനെ ജഗത്തിനെ സൃഷ്ടിച്ചത് മറ്റൊരു ഈശ്വരനാണെന്നുള്ള ചിന്തയുണ്ട്.
മനസ്സിലുണർന്നപ്പോഴാണ് ഈ മൂന്നായിട്ട് വരികയും പിന്നെ മൂന്നിൻ്റെയും പൊരുൾ തേടുന്ന ഒരു അവസ്ഥ വന്നത്. ഈ മൂന്നിൻ്റെയും പൊരുൾ തേടാൻ പോകുന്നതിനെ കാട്ടി മനസ്സിൻ്റെ പൊരുൾ തേടിയാൽ മതി. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിനെ നിരീക്ഷിച്ചാൽ മതി. ശരിയായ നിരീക്ഷണം വരുമ്പോൾ എന്തൊരു മനസ്സ് അടങ്ങും. തീർച്ചയായിട്ടും അടങ്ങുമ്പോൾ എന്താണ്, ഇവിടെ എന്താണ് ഉള്ളത് അതേ ഉള്ളൂ, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. ഒന്നിനെ കുറിച്ച് പിന്നെ ഉൾക്കണ്ടേയില്ല, അറിയാനുമില്ല. അപ്പൊ അങ്ങനെ ആ പരമമായ സത്യത്തിനെ തേടുന്നത് നിർത്തുക. അങ്ങ് സൂചിപ്പിച്ചത് ഇവിടെ വേറെ ആചാരാനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന അങ്ങനെയുള്ളതൊന്നുമില്ല. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ട രീതിയിലുള്ള യാതൊരു പരിപാടി ഇവിടെ ഇല്ല. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അറിയാതെ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു വരയും കാണുന്നുണ്ട്. അത് എന്തിനോട് ബന്ധപ്പെട്ടതാണ്? പൊതുവെ ചന്ദനം, ഭസ്മധാരണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊന്നും പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരിക്കില്ലെന്ന്. ഇപ്പം ഭസ്മധാരണം, ഒരു ഉദാഹരണത്തിന് ഭസ്മം ഒരാൾ ധരിക്കുന്നു. ഭസ്മാന്തം ശരീരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ശരീരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഫോം എന്നാണ്, രൂപത്തെയാണ് ശരീരം. ഈ ഫോം എന്താവും? ഭസ്മമാവും എന്നാണ്. ഇപ്പോൾ ഒരു കുടിലും ഒരു കൊട്ടാരത്തിനും കത്തിച്ചാൽ ഒന്ന് തന്നെ ഭസ്മമേ വരുള്ളൂ അവിടെ. അല്ലാതെ അവിടെ വേറെ ഈ ഭസ്മത്തിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇത് കുടിലിൻ്റെ ഭസ്മമാണെന്നോ ഇത് കൊട്ടാരത്തിൻ്റെ ഭസ്മമാണെന്നോ പറഞ്ഞിട്ട് നമ്മൾ അതിനെ വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭസ്മത്തിൽ ഈ ചാരത്തിൻ്റെ വിലയിലേ കിട്ടുള്ളൂ അല്ലേ? അല്ല, കുടിലിൻ്റെ പിന്നെ ചാരം എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ വില കുറവും, കൊട്ടാരത്തിൻ്റെ ചാരം എന്ന് പറഞ്ഞാൽ വില കൂടുതലും കിട്ടില്ല. കാര്യം ഇത് ഫോമിൽ നിന്ന് അത് ഒരു അഗ്നിയിൽ കൂടി കടന്ന് അത് ചാരമാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ ഫോംലെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് വേറൊരു ട്രാക്കിലോട്ട് അത് പോവേണ്ടത്. ഫോമിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ ഭസ്മാന്തം ശരീരം എന്ന് പറയുന്ന ഒന്നും പെർമനൻ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭസ്മവും ചന്ദ്രവും എല്ലാവരും തൊടുന്നത്. പിന്നെ നമ്മളുടെ ഈ ആജ്ഞാചക്രയിലോട്ട് നമ്മൾ ഫോക്കസ് എന്നുള്ള ഒരു വ്യക്തിയിൽ നമ്മളുടെ ആജ്ഞാചക്ര എന്ന് പറയുന്ന അതാണ് ഭ്രൂമധ്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഇടം ഇതാണ്. അപ്പോൾ മറ്റൊരാൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ നീ എൻ്റെ ശരീരത്തല്ലേ ശ്രദ്ധിക്കേണ്ടത്, ഈ ആജ്ഞാചക്രയിലാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെ നമ്മൾ ആ ശ്രദ്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ഈ ഭസ്മാന്തം ശരീരം അത്തരം പാർട്ടിക്കിളൊക്കെ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് ഈ ഇത്. പ്രത്യേകിച്ച് അതിന് അർത്ഥം ഒന്നും നമ്മളങ്ങനെ കാണുന്നില്ല. ഇതൊരു എന്താ പറയാൻ, ഒരു പിന്നെ ഇത് ഒരു പ്രത്യേകിച്ച് ഒരു റിച്വൽസിൻ്റെ ഭാഗമായിട്ടോ അത് ഒന്നുമല്ല. നമ്മളിത് കാണുന്ന ഒരു അർത്ഥം ഇത് ഇത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമായിരുന്നു. സാധാരണ നമ്മൾ ടിപ്പിക്കൽ കാണുന്ന ചിത്രരചനയുടെ രീതിയിലൊന്നും അല്ല നമ്മളുടെ ഒരു ചിത്രരചന. അതിങ്ങനെ ഇപ്പം നമ്മളിപ്പം മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ഇത് കാണില്ലേ, അതിന് മൈൻഡ് എന്നുള്ള ഒരു അർത്ഥമാണല്ലോ കൊടുക്കുന്നത്. അതേപോലെ ഒരു സിംബോളിക് വരകൾ കൂടി ചില കാര്യങ്ങളെ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു കുത്തിനെയാണ് പറയുന്നത്. ഒരു കുത്ത്, അത് മേ ബി അതും ഇതിലൊരു സ്വാധീനിക്കുന്നുണ്ടാവും. സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്ന ഇത് എല്ലാത്തിൻ്റെയും സെൻറ്റർ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്, അങ്ങനെയൊക്കെ അതിനെ ഒരു കാണുന്നുണ്ടാവും. പരമാത്മാവ്, ആത്മാവ്. അപ്പം അതിലെ ആത്മാവിൻ്റെ നമ്മളിലെ ആ ആത്മജ്യോതിയുടെ ഒരു ഇരിപ്പിടം നമ്മുടെ ഈ ശിരോഭാഗത്ത്, പ്രത്യേകിച്ച് ഭ്രൂമധ്യത്തിന് അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. എനിക്ക് ഈ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം എനിക്ക് ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു മിടിപ്പായിരിക്കാം. ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ എന്തോ പ്രത്യേകിച്ച് ബൈൽപാത് ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ അത് ഈ ശ്രീ എം എന്ന് പറയുന്ന ആളിനെ കേട്ടിട്ടുണ്ട് അല്ലേ?
അദ്ദേഹത്തിൻ്റെയും ഈ അന്വേഷണത്തിൽ അദ്ദേഹം അവിടുത്തെ എപ്പോഴോ പറഞ്ഞു, ഇവിടെയാണോ അതോ യഥാർത്ഥത്തിൽ ഇവിടെയാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ടെന്ന് അദ്ദേഹം എവിടെ സൂചിപ്പിച്ചായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ ഭാവനയെ കാണുമ്പോൾ ചെയ്യുന്നത് ഇതിലെ ആ ഊർജ്ജത്തെ എടുക്കുന്നു. ഒരു സൺ മെഡിറ്റേഷൻ നടക്കുമ്പോഴും ഞാൻ ആ ഊർജ്ജത്തെ ഇതിലെയാ എടുത്ത് നട്ടെല്ലിലൂടെ സുഷുമ്ന നാഡിയിലൂടെ ഒഴുക്കുന്നതായിട്ടൊക്കെ ഞാൻ ഭാവനയെ കാണുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാകുന്നത് ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ എനിക്ക് ചില സന്ദർഭങ്ങളൊരു എന്താണെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു മിടിപ്പമൊക്കെ ഇവിടെ നടക്കുന്നവരുണ്ടാകും. ഞാൻ അവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ നിൽക്കുകയും ചെയ്തു. വല്ലപ്പോഴൊക്കെ ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ അത് ആ ആത്മജ്യോതിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഇവിടെ ആണോ അതോ ഇവിടെ ആണോ എന്ന് ഞാൻ വെറുതെ ഒരു സംശയം ചോദിക്കുക എന്നൊരു ബോധ്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ധ്യാന സെൻറ്ററിലെ ചക്രകളോ ഇതിനെ പറ്റിയിട്ടോ നമ്മൾ ചർച്ച ചെയ്യും. കാരണം ഇത് പൊതുവായിട്ടുള്ളൊരു ചിന്തയാണ്. ഈ ആജ്ഞാചക്ര ഇവിടെയാണ് ജീവൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്ഥാനം. പലരും പല പോയിന്റിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഇത്തരം പോയിന്റുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു? ഞാൻ ശരീരമാണ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെയാണ് ഉള്ളതെന്ന് ചിന്തിക്കുന്നത്. ഞാൻ യൂണിവേഴ്സ് ആണെങ്കിലോ അങ്ങനെയൊന്നുമില്ല. യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എവിടെയും എല്ലാം കേന്ദ്രമാണ്. എവിടെയും. അപ്പോൾ നമ്മുടെ ബോഡി മാത്രം തന്നെ ആവണമെന്നില്ല. യൂണിവേഴ്സാണ് ഞാൻ എന്നുള്ളത്. അപ്പം ഈ ശരീരത്തിലൊരു പർട്ടിക്കുലർ പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെയാണ് ആത്മാവെന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലൊരു പോയിന്റിലോട്ട് നമ്മൾ ഫോക്കസ് ആവുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് തെറ്റിദ്ധാരണകൾക്ക് കാരണമാവും. ഈ 7 ചക്രയെന്നും 16 ചക്രയെന്നും വരെ പറയുന്നവരുണ്ട്. അതിലും കൂടുതൽ പറയുന്നുണ്ട്. ധാരാളം ചക്രകൾ പറയുന്നു. അത് പോയിന്റും ഓരോ ചക്രയുടെ ഇതും. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ ഭാവനവൽക്കരിച്ചിട്ട് നമ്മൾ അതിനെ ഈ കൂടുതൽ എന്താണ് ഈ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ കാട് കയറി ഇതിനെ ചിന്തകൾ കൊണ്ടുപോകണം. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ കൂടുതൽ ചക്രയെ പറ്റിയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പോലും നമ്മൾ പറയുന്നത് നിങ്ങൾ തൽക്കാലം 3 ചക്രയെ പറ്റി മാത്രം ചിന്തിക്കുക. മൂലാധാര ചക്ര, ഹാർട്ട് ചക്ര, ആജ്ഞാചക്ര, ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ 3 ചക്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികപരമായിട്ടൊരു ഉണർവ് വരുമ്പോഴാണ് മൂലാധാര ചക്ര ആക്റ്റീവായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ട് വരും. അപ്പോഴിത് അവന് ഫീൽ ചെയ്യും. ആ ചക്രയുടെ ഒരു അനുഭവം അവന് ഫീൽ ചെയ്യും. ഇത് ആക്റ്റീവായിരുന്നു. പിന്നെ ഇനി അടുത്ത ചക്ര അതിലോട്ട് പോയി എന്നുള്ളതൊന്നും യവന് അറിയണമെന്നില്ല. പക്ഷെ യവൻ അതല്ല ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് അമ്മ നിരന്തരം ചിന്തിക്കുകയാണോ വേണ്ടത് അതോ സ്നേഹിക്കുകയാണോ വേണ്ടത്? അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ആ ചിന്തയും കാട്ടി പ്രാധാന്യം എന്തിനാണ്? ആ സ്നേഹിക്കില്ലെന്ന് പറയുന്ന അവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഏത് ചക്രം ഉണർന്നു എവിടെയാണ് എന്നുള്ള ചിന്തിക്കുകയല്ല വേണ്ടത്, നമ്മൾ അതിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ മൂലാധാര ചക്രയുടെ ആക്ടിവേഷനോടെ അവൻ എന്താണ്, അവൻ ശരിക്കും കുറെ കൂടി അവൻ അപ്ലിഫ്റ്റ് ആവുകയാണ്. അവൻ്റെ ആ ഞാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ലോകത്തിൽ നിന്ന് ഒരു എക്സ്പാൻഷൻ വരും. ഈ എക്സ്പാൻഷൻ വരുന്നതിൻ്റെ ലക്ഷണമാണ് അവൻ്റെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഈ കരുണ, സ്നേഹം, ഇതെല്ലാം അവൻ്റെ ഹൃദയചക്രം ആക്ടിവേഷൻ വരുന്ന സമയത്താണ്. അപ്പോൾ അതനുസരിച്ച് എന്താണ്, അവൻ്റെ അഹംബുദ്ധി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം എല്ലാവരോടും സഹാനുഭൂതിയും സ്നേഹവും ഇതെല്ലാം കാണിക്കുന്നത് ആ ഹൃദയചക്രത്തിൻ്റെ ആക്ടിവേഷനാണ്. കാര്യം അവൻ്റെ ഒരു ബോധതലം ഈ ഹാർട്ട് ചക്രയിലോട്ട് കണക്റ്റായി എന്നാണ്. അപ്പം അപ്പോൾ നമ്മുടെ ഈ ബയോളജിക്കൽ ഹാർട്ടല്ല, സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും.
അപ്പം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, എനിക്ക് അതിൽ നിന്നാൽ മതി എന്നുള്ള ഒരവസ്ഥ വരും. അപ്പോഴെന്താണ്, അതിൽ തന്നെ നിലനിൽക്കാൻ നോക്കും. അത് ഇനി അതിൻ്റെ മുകളിലോട്ട് പോകണമെന്നോ പോകണ്ടെന്നോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനേ പോകത്തില്ല. ആ അനുഭവത്തിൽ, ആ അനുഭൂതിയിൽ, ആ ഭാഷയിൽ സംസാരിച്ചു, പാട്ടിൻ്റെ ലാംഗ്വേജ് സംസാരിച്ചോളാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവൻ ഏത് ചക്രയിലാണ് അവൻ റിമെയിൻ ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നത്. അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്നതാണ് അവൻ പറയുന്നത്. ഇത് ആ ഹാർട്ട് ലാംഗ്വേജിൽ കൂടി അത് അനുഭവിച്ച് വരുന്നവന് മാത്രമേ ആജ്ഞാചക്രയുടെ ഒരു എക്സ്പീരിയൻസിലോട്ട് എത്തുള്ളൂ. അപ്പം അവിടെ എത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന പൂർണ്ണ ബോധത്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവൻ്റെ സംസാരം. അവന് ബോധത്തെ പറ്റിയിട്ടാണ് അവൻ്റെ വിഷയം വരുന്നത്. അപ്പം നമുക്ക് ഈ ഹാർട്ടിനെ പറ്റിയിട്ട് അനുഭവമുണ്ട്, ആജ്ഞാചക്രയുടെ അനുഭവം ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ബോധം അങ്ങനെ നമുക്ക് ഉണർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഹാർട്ട് ചക്രയുടെ അനുഭവം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു ശരീരത്തിൽ ആത്മാവ് എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ എല്ലായിടവും സ്ഥിതി ചെയ്യുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന ഹാർട്ട് ചക്രയിലായിരുന്നാലും ആജ്ഞാചക്രയിലും. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് അത് അനുഭവപ്പെടുന്നത്. ചില ജീവന് ഹാർട്ടിൻ്റെ ലാംഗ്വേജിൽ കൂടി അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് അവൻ അവിടെ റിമെയിൻ ചെയ്യുന്നത്. അതാണ് ഈ ചിലർ പ്രയറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പ്രയറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന അപ്പോൾ എന്താണ്, അവിടെ ഹാർട്ട് ഉപയോഗിച്ചാലേ ആ പ്രയർ കണക്റ്റ് ആവുള്ളൂ. അപ്പം ആ ഒരു മീഡിയം, പ്രയർ എന്നുള്ളൊരു മീഡിയം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹാർട്ടിൽ തന്നെ കൂടുതൽ അവ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മതി, അതിൽ തന്നെ അവ നിന്നാൽ മതി. ഇപ്പം ചിലർ ബുദ്ധൻ്റെ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈ ആജ്ഞാചക്രയുടെ ഒക്കെ അതാണ് ബോധത്തെ പറ്റി തന്നെ കൂടുതൽ പറയുന്നത് എന്ന് പറഞ്ഞ കരുണയില്ലാതിരുന്നിട്ടില്ല. ഇതെല്ലാം ഉണ്ട്. ഈ ഹാർട്ട് ആണ് ആക്റ്റീവായിരിക്കുന്നവനും ആജ്ഞാചക്രയുടെ ക്വാളിറ്റി അവനുണ്ടാവും. അവൻ സംസാരിക്കുന്നതിൽ ഏകത്വത്തിൻ്റെ സ്വരം ഉണ്ടാകുന്നതിൽ ആജ്ഞാചക്രയുടെ ക്വാളിറ്റിയാണത്. ഞാൻ നീ ഒന്നാണെന്ന് പറയുമ്പോൾ അവിടെ ഒന്നസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആജ്ഞാചക്ര വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് 3 വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളിത് വിഭജിച്ച് മാത്രമേ മതി. ഇത് 3 വർക്ക് ചെയ്യുന്നത് ശരീരം എന്നുള്ള മീഡിയത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഐ ആം യൂണിവേഴ്സ് എന്നല്ലേ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് അപ്പോൾ യൂണിവേഴ്സ് ആണ് ഞാനെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പോയിന്റിൽ നിന്നും ഒരു പ്രസക്തി അവിടെ വരുന്നില്ല. എന്നെ കാണുന്നവരോടാണ് ഞാനിപ്പോൾ 2 വാക്ക് പറയുന്നത്. അതായത് ഈ 90-ാം വയസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞാൻ ഈ നിമിഷം വരെയും ഒരു സത്യാന്വേഷിയായിട്ട് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ ഉള്ളിൽ നിന്ന് ഭൗതികമായതെല്ലാം വിട്ട് ഒരേ ഒരു ചിന്ത, ഒരേ ഒരു ലക്ഷ്യം, അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനുവേണ്ടി വലിയ തപസ്സോ ഒന്നുമില്ല. ആ ഒരു ചിന്തയോടുകൂടി ഒരു ഗുരുവിനെയും, ഒരു ആത്മീയ ഗുരുവിനെ ഞാൻ സമീപിച്ചിട്ടുമില്ല അതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട്. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു സമാപനം പോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ ഒരു പുത്രതുല്യനായ ഒരു ആത്മീയ ശ്രേഷ്ഠൻ്റെ അടുത്തിങ്ങനെ വരാനും അദ്ദേഹത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ബോധ്യങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചതിൽ എനിക്കൊത്തിരി സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ കാണുന്നവരോടും ഞാനൊരു സൂചന തരികയാണ്. എനിക്കിനി സത്യാന്വേഷണ യാത്ര ഇല്ല. ഞാൻ കൂടുതലും എന്നിലേക്ക് തന്നെ തിരിയുകയാണ്. അങ്ങനെ എല്ലാവരും അവനവനെ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഉത്കണ്ഠകൾ, വേദനകൾ അതെല്ലാം മാറും. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചനാഥൻ, ആ പരമാത്മാവ്, അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരിക്കലും കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നില്ല.
അവർ സന്തോഷമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ ഞാൻ ഈ പ്രപഞ്ചത്തെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് മനുഷ്യനൊഴിച്ച് ബാക്കി ഒരു ജീവിയും ഉത്കണ്ഠാകുലരായി നടക്കുന്നേയില്ലെന്നുള്ളതാണ്. അവരുടെ വിശപ്പിന് വേണ്ടി ആഹാരം അന്വേഷിക്കുന്നു. അവർക്ക് കയറിക്കിടക്കാൻ ഇടം വേണ്ട. അവർക്ക് രോഗത്തെക്കുറിച്ച് ആകുലപ്പെട്ട് ആശുപത്രി വേണ്ട. അവർക്ക് നീതി നടത്തി കിട്ടാൻ ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ട. ഞാൻ അത്ഭുതപ്പെടുക, ഈ മനുഷ്യൻ മാത്രം, ഏറ്റവും ശ്രേഷ്ഠ ജീവികൾ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രം ആശുപത്രികൾ, കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, ഇത് വല്ലതും വേണമായിരുന്നോ? അവനവനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ട് ആ ഒരു പാതയിലൂടെ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ സാധിക്കട്ടെ. എന്നിലേക്ക് തിരിയുക, ഞാനിനെ അറിയുക. നന്ദി, നമസ്കാരം.